ഹലോ മച്ചുമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഇന്നത്തെ ഈ കഥ പറയാനായിട്ട് ഞാൻ ഭയങ്കര ത്രില്ലിംഗ് ആണ്. എന്താണെന്ന് അറിയോ? ഇതിന്റെ അവസാനത്തെ ആ ഒരു ക്ലൈമാക്സ്, നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആ ഒരു ട്വിസ്റ്റ്, അത് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ത്രില്ലടിച്ചിരിക്കുകയാണ്. ഞാൻ ഉറപ്പിച്ചു പറയാം, ഒരിക്കലും നിങ്ങൾ ഗസ് ചെയ്യാത്തൊരു കാര്യമായിരിക്കും. കഥയെക്കുറിച്ചൊന്ന് പറയുകയാണെങ്കിൽ, ഒരു 6 കൂട്ടുകാര്, ഇവർക്ക് 6 പേർക്കും ഒരു വല്ലാത്ത ആഗ്രഹം. ഒരു കാടുണ്ട് അയർലൻഡിൽ, അവിടെ ഫുള്ളായിട്ട് ഈ മാജിക് മഷ്റൂം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതുപോലെ നല്ല ലഹരി തരുന്ന ഒരുപാട് മഷ്റൂമുകളുണ്ട്. അത് കഴിക്കണം എന്ന ആഗ്രഹമായിട്ട് ഇവർ നേരെ ആ കാട്ടിലേക്ക് പോവാണ്. എന്നാൽ ആ കാട്ടിലെത്തി ഈ മഷ്റൂം അവർ കഴിച്ചതിന് ശേഷം പിന്നെ സംഭവിച്ചതൊക്കെ അത് നിങ്ങൾ കഥയിലേക്ക് പോയി തന്നെ മനസ്സിലാക്കിയാൽ മതി. അന്ന് ആ കാട്ടിലേക്ക് പോയ 3 പെൺപിള്ളേരും അതുപോലെ തന്നെ ആ 3 ആൺപിള്ളേരും ഇവർക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? അപ്പൊ നമ്മൾ നേരെ ഈ കഥയിലേക്ക് പോവുകയാണ്. പിന്നെ നിങ്ങൾ വയനാട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ, ക്യാമ്പ് ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാം. ഫുഡ്, ട്രക്കിംഗ്, ക്യാമ്പ് ഫയർ, DJ പാർട്ടി, ഇതെല്ലാം അടങ്ങുന്ന നമ്മുടെ ഈ ഒരു പാക്കേജിനാകെ വരുന്നത് 999 മാത്രമാണ് കേട്ടോ. അപ്പൊ ഓക്കെ, പോകാം കഥയുടെ ഈ ലോകത്തിലേക്ക്. സിനിമയുടെ ആരംഭത്തില് ഒരു വലിയ ഫോറസ്റ്റ് കാണിക്കുകയാണ്. അവിടെ നിറയെ കോടമഞ്ഞ് നിറഞ്ഞിട്ടുണ്ട്. ഈ സമയത്താണ് അതിലൂടെ ഓടിപ്പോകുന്ന ഒരു പെൺകുട്ടിയെ കാണിക്കുന്നത്. അവളുടെ ആ ഒരു ഓട്ടം കണ്ടാലറിയാം എന്തിനെയോ കണ്ട് ഭയന്ന് അത് അവളുടെ അടുത്തേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കി തിരിഞ്ഞു നോക്കിക്കൊണ്ടാണ് അവൾ ഓടുന്നത്. പെട്ടെന്ന് തന്നെ ആ ഒരു സീൻ കട്ടായി ആ കാട്ടിലുണ്ടായിരുന്ന വലിയൊരു ബംഗ്ലാവ് കാണിക്കുകയാണ്. അതിന്റെ പല ഭാഗത്തായിട്ട് രക്തം ചിതറിക്കിടക്കുകയാണ്. ചത്ത പക്ഷികളും അതിന്റെ ഉള്ളിലായിരുന്നു. അതേ സമയം തന്നെ ഒരു കോടാലി പിടിച്ചു നിൽക്കുന്ന ഭീകരമായ ഒരു രൂപത്തെയും അതിന്റെ ഉള്ളിൽ കാണിക്കുന്നുണ്ട്. ഇവിടെ സീൻ കട്ടായി. പിന്നീട് നമ്മൾ നേരെ കൊണ്ടുപോകുന്നത് ഒരു ഫ്ലൈറ്റിന്റെ ഉള്ളിലേക്കാണ് കേട്ടോ. 2 പേര് അതിന്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. ഒരാളുടെ പേര് താര, അതുപോലെ തന്നെ മറ്റേ ആളുടെ പേര് ലിസ ചെറിയൊരു ഉറക്കത്തിലായിരുന്നു കേട്ടോ. എഴുന്നേറ്റ പാടിനെ നോക്കുമ്പോൾ താര ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ താര, നീ ആ ഒരു പുസ്തകം ഇപ്പോഴെങ്കിലും ഒന്ന് എടുത്ത് വെക്കുമെന്ന് ലിസ പറയാ നിൽക്കായിരുന്നു. അപ്പൊ ദാണ്ടെ പുസ്തകത്തിന്റെ ഉള്ളിൽ ഒരാളുടെ ഫോട്ടോ കാണുകയാണ്. ആ പയ്യന്റെ പേര് ജേക്സ് എന്നാണ്. അപ്പൊ ഇത് കണ്ടപ്പോ തന്നെ ലിസ പറയണ, ആഹാ, ട്രിപ്പിന് എന്ന് പറഞ്ഞിട്ട് നീ ഞങ്ങളുടെ കൂടെ വരുന്നത് ഇവനെ കാണാനാണല്ലേ? ഇപ്പൊ താര പറയണ, ലിസ ഒന്ന് പോകണം, ഞാൻ അതിനൊന്നുമല്ല, ട്രിപ്പിന് തന്നെയാ വരുന്നത്. നിങ്ങൾ എല്ലാവരും പറയുന്നില്ലേ ആ മഷ്റൂംസ്, എനിക്ക് ഇത്തവണ അതൊന്ന് ട്രൈ ചെയ്യണം. ഓ പിന്നെ മഷ്റൂം, ഒരു സിഗരറ്റ് വരെ വലിക്കാത്ത നീയാണ് ഇനിയിപ്പോ മഷ്റൂം ഉപയോഗിക്കാൻ പോകുന്നത്. എന്തായാലും നടക്കട്ടെ എന്ന് പറയാണ്. ഇവര് നേരെ ഇപ്പോ അയർലൻഡിലെ എയർപോർട്ടിലേക്ക് വന്നിറങ്ങാണ്. അവിടെ തന്നെ വേറെ 2 ആൾക്കാരുണ്ടായിരുന്നു, ട്രോയ് അതുപോലെ പ്ലൂട്ടോ. ആ മുടി നീട്ടിയ ആളുടെ പേരാണ് ട്രോയ്. അതുപോലെ തന്നെ അവന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള ഹോളിയും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവരെല്ലാവരും അമേരിക്കക്കാരാണ്. എന്തിനാണ് അമേരിക്കയിൽ നിന്നും ഇവർ അയർലൻഡിലേക്ക് വന്നെന്ന് ചോദിക്കുകയാണെങ്കിൽ, ആ മഷ്റൂം അത് തേടിക്കൊണ്ട് തന്നെയാണ്. ഇവര് നേരെ എയർപോർട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അവിടെ ഇവരെ പിക്ക് ചെയ്യാനായിട്ട് ജേക്സ് വന്നിട്ടുണ്ട് കേട്ടോ. ആളെ കാണാൻ നല്ല ലുക്കാണ്. ജേക്സിനെ കണ്ട പാടിനെ നമ്മുടെ താരയ്ക്ക് എന്തോ ഒരു നാണം പോലെ. പിന്നീട് ജേക്സ് അവരെയും അവിടുന്ന് കൂട്ടിക്കൊണ്ട് പോവാണ് കേട്ടോ. പോകുന്ന സമയത്ത് ജേക്സ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് ജേക്സ് കുറെ നാളായിട്ട് ഇവിടെ ഉണ്ട്. ഇവിടെ വരുന്നവർക്ക് ഒരു ടൂർ ഗൈഡ് പോലെ ആയിട്ടാണ് അവൻ ഇവിടെ ജോലി ചെയ്യുന്നത് കേട്ടോ. അവന്റെ കയ്യിൽ ഇപ്പൊ ഒരു പുസ്തകം ഉണ്ടായിരുന്നു. ആ പുസ്തകത്തിൽ കുറെ അധികം മഷ്റൂംസിന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. അതിൽ ഓരോ മഷ്റൂമിനെ കുറിച്ചും ഇപ്പൊ ജേക്സ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് ലോകത്ത് മറ്റെവിടെയും ഉള്ളതിനേക്കാൾ വെറൈറ്റി ആയിട്ടുള്ള മഷ്റൂം ഈ കാട്ടിലുണ്ട്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ലഹരി മാത്രമല്ല, നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറം ഹാലൂസിനേഷൻ വരെ തരാൻ ഈ മഷ്റൂംസിന് കഴിയും. അത്രയും പവർഫുൾ ആണ്. ജെയ്ക്സ് ഈ കാര്യം പറയുമ്പോൾ പുറകിലുണ്ടായിരുന്ന ട്രോയ് അതുപോലെ തന്നെ ഹോളി 2 പേരും കാണിച്ചു കൂട്ടുന്നത് കണ്ടോ. ഒരുത്തൻ എന്തോ സിഗരറ്റ് വലിച്ചിട്ട് കുപ്പിയിലേക്ക് ഊതി കയറ്റുക, അത് മറ്റവൾക്ക് കൊടുത്ത് അവൾ ആ കുപ്പിയിൽ നിന്നും ആ പുക വലിച്ചു കയറ്റുക. എന്തൊക്കെയോ പരിപാടികൾ. എന്തായാലും ഇവരിപ്പോ നേരെ കാടിന്റെ ഒരു ഭാഗത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഒരു വാനിലാണ് ഇവര് പോകുന്നത്. പെട്ടെന്ന് ഇവരുടെ വാന് പോയിട്ട് എന്തോ ഒന്നിൽ അടിക്കുകയാണ്. ഭയങ്കര ശബ്ദവും അതുപോലെ തന്നെ ഇവരുടെ മുന്നത്തെ ആ ഒരു ഗ്ലാസ്സിലേക്ക് ഭയങ്കരമായിട്ട് രക്തവും തെറിച്ചിട്ടുണ്ട്. പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഞെട്ടി. വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോഴാണ് കുറുകെ ചാടി ഒരു മാനിന് പോയിട്ട് ഇവരുടെ വണ്ടി അടിച്ചതാണ്. എല്ലാവരും ചെറിയൊരു ഭയത്തിൽ നിൽക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് പ്ലൂട്ടോ പറയണ, ഏയ് മാനാണോ, ഞാൻ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വലിയ ധൈര്യശാലിയെ പോലെ അത് വീണെടുക്കുന്ന ആ സ്ഥലത്തേക്ക് ഒന്ന് പോയി നോക്കുകയാണ്. എന്നാൽ അല്പജീവൻ ആ ഒരു മാനിന് ബാക്കിയുണ്ടായിരുന്നു. അതൊരൊറ്റ കുടയിലാണ്. അതിൽ ഈ പ്ലൂട്ടോ ഒന്ന് ഞെട്ടിപ്പോയിട്ടോ. ബേഗിലേക്ക് ഒറ്റ വീഴ്ചയാണ്. ഇതേ നേരത്താണ് ഇവർ മറ്റൊരു കാര്യം കാണുന്നത്. ഈ കാടിന്റെ ഒരു ഭാഗത്തായിട്ട് ഒരു കോടാലിയും പിടിച്ചു നിൽക്കുന്ന 2 ആൾക്കാർ. അതായത് അവരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ റോങ് ടേൺ മൂവിയിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ നരഭോജികൾ, അവരുടെ പോലെയൊക്കെ ഒരു ലുക്കാണ്. എന്തായാലും കാട്ടിൽ ഈ നേരത്ത് കോടാലിയും പിടിച്ചു നിൽക്കുന്ന ഈ 2 പേരെ കണ്ടപ്പോ തന്നെ എല്ലാവരും ഒന്ന് ഭയക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ജെയ്ക്ക് പറയാണ്, ആരും പേടിക്കണ്ട, ഞാൻ ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ട് അവിടെ ചത്ത് കിടക്കുന്ന ആ ഒരു മാനുണ്ടല്ലോ, അതിനെടുത്ത് അവർക്ക് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങളിത് എടുത്തോന്ന് പറയണം. അവര് വേഗം ഭയങ്കര സന്തോഷത്തിൽ ആ മാന്യം എടുത്തുകൊണ്ട് അവിടുന്ന് പോവാണ്. ഇത് കണ്ടപ്പോ നമ്മുടെ പ്ലൂട്ടോ കളിയാക്കിക്കൊണ്ട് ചോദിക്കണം, ആ കാട്ടുവാസികളുമായിട്ട് നല്ല ബന്ധാണല്ലേ, ഒന്ന് പോടാ അവിടുന്ന്, വെറുതെ അവരായിട്ട് കളിക്കാൻ നിൽക്കണ്ട കേട്ടോ, ഡേഞ്ചറസ് പാർട്ടിയാണ്. എന്തായാലും കുറച്ചു നേരം കൂടെ ഡ്രൈവ് ചെയ്ത് ഇവർ കാടിനുള്ളിൽ നല്ലൊരു അടിപൊളി സ്ഥലത്തേക്ക് എത്തുകയാണ്. അപ്പൊ അവിടെ എത്തിയ പാടിന് നമ്മുടെ ജേക്സ് പറയുന്നുണ്ട്, എല്ലാവരും അവരുടെ ഫോൺ എന്റെ കയ്യിലേക്ക് തന്നേക്ക്, കാരണം നിങ്ങൾ ഇനി കഴിക്കാൻ പോകുന്നത് നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള മഷ്റൂമുകളാണ്. നിങ്ങളുടെ ബോധമൊക്കെ ഇനി എങ്ങോട്ടേക്ക് പോകുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ആ ഫോൺ എനിക്ക്
തന്നേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ കാണിക്കുന്ന എല്ലാ അപരാധിത്തരവും ലോകം മുഴുവൻ അറിയും. ഓരോരുത്തരും ഫോൺ കൊടുക്കുന്നുണ്ട്. എന്നാൽ പ്ലൂട്ടോ മാത്രം പറയണത് ജെക്സേ പറ്റില്ല, എനിക്ക് ഫോൺ ഇല്ലാതെ പറ്റില്ല, ഞാൻ തരില്ല എന്ന് പറയണം. വേണമെങ്കിൽ ഈ ഫോണൊക്കെ ഞാൻ നോക്കാന്ന് പറയാണ്. ഇതേ സമയത്തിന് ജെക്സ് പറയണ ഓക്കെ, ഇതെല്ലാം നോക്കാൻ ഒരാൾ വേണ്ടേ. എല്ലാവരുടെയും ഫോൺ ഇപ്പോൾ പ്ലൂട്ടോയുടെ കയ്യിൽ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ വണ്ടിയുടെ ചാവിയും അവന്റെ കയ്യിൽ കൊടുക്കുകയാണ്. ഇതെല്ലാം നീ തന്നെ നോക്കിക്കോ എന്ന് പറയണം. എന്തായാലും ഇതിനുശേഷം വണ്ടിയിൽ നിന്നും ക്യാമ്പിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ പുറത്തേക്ക് ഇറങ്ങുകയാണ്, ടെന്റും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ. എന്തായാലും ഇതിനുശേഷം നല്ല അടിപൊളി സ്ഥലമാണ്, നല്ല ആംബിയൻസ് ആണ്, ഭയങ്കര പ്രൈവസിയാണ്. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങുകയാണ്. എന്തായാലും ടെന്റ് സ്റ്റേ എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെ ഒരു ലെവലാണ് കേട്ടോ. അതുപോലെ വയനാട്ടിൽ വന്ന് ടെന്റ് സ്റ്റേ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാൽ മതി കേട്ടാ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ഇപ്പൊ നമ്മുടെ ലിസ നോക്കുമ്പോൾ താരയെ കാണാനില്ല. നേരെ വണ്ടിയിൽ പോയിരിക്കുകയാണ് താര. മാത്രമല്ല അവളുടെ കയ്യിലുണ്ടായിരുന്ന പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ലിസ വന്നിട്ട് പറയണ, നീ എന്താ താരയെ കാണിക്കുന്നത്? ഒരു ട്രിപ്പിന് വന്നിട്ട് പുസ്തകം വായിച്ചിരിക്കുകയാണോ? വാമോളെ എൻജോയ് ചെയ്യുന്നൊക്കെ പറയുന്ന സമയത്ത് ഇപ്പൊ ലിസയോട് താര പറയണ, നിനക്കും പേരുണ്ട്, മറ്റവൾക്കും പേരുണ്ട്, എനിക്ക് പിന്നെ ആരും ഇല്ലല്ലോ. ഇപ്പൊ ഒന്ന് കളിയാക്കിക്കൊണ്ട് ലിസ പറയണു, പിന്നെ നിന്റെ ക്രഷ് ജെയ്ക്സ് ആണ് പുറത്തുള്ളത്, ഒന്ന് അവന്റെ അടുത്തേക്ക് വന്നിട്ടൊന്ന് കമ്പനിയൊക്കെ നോക്കുന്നേ, അടിച്ചു പൊളിക്ക്. ഈ സമയത്ത് താര പറയണ, വേണ്ട വേണ്ട, എനിക്ക് ഒറ്റയടിക്കൊന്നും അങ്ങനെ പോകാൻ കഴിയില്ല, പിന്നെ അവനെന്തോ എന്നെ അവോയ്ഡ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അതൊക്കെ പോട്ടെ, നീ ഒരു കാര്യം ചെയ്യോ, ഞങ്ങളുടെ കൂടെ ഇന്ന് കാട്ടിലേക്ക് വാ, ഞങ്ങൾ ഇന്ന് ആദ്യമായിട്ട് ആ ഒരു മഷ്റൂം കഴിക്കാൻ പോവാ, ഞങ്ങളുടെ കൂടെ നീയും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, അപ്പൊ ആ ഒരു കിക്കിൽ നമുക്ക് അടിച്ചു പൊളിക്കാന്ന് പറയണം. ഓക്കെ, സമ്മതിച്ചു. ഇവരെല്ലാവരും നേരെ ഇപ്പൊ കാട്ടിലേക്ക് പോവാണ്. ഓരോരുത്തരും ഓരോ വഴിക്കാണ് പോകുന്നത് കേട്ടോ. ഇപ്പൊ ജെയ്ക്സ്, ട്രോയ്, അതുപോലെ ലിസ, ഇവര് 3 പേരും കൂടെ കാടിന്റെ ഒരു ഭാഗത്തേക്കായിട്ട് കഴിക്കാൻ പറ്റുന്ന റെയർ ആയിട്ടുള്ള ചില മഷ്റൂംസ് തേടി പോവാണ്. കുറെയൊക്കെ ജെയ്ക്സ് കാണുകയാണ്, അതിനെക്കുറിച്ച് ജെയ്ക്സിന് നന്നായിട്ട് അറിയാം. ചെറിയ ചെറിയ കൂണുകളാണ് കേട്ടോ. ഇത് പതിയെ പതിയെ കളക്ട് ചെയ്യുന്നുണ്ട്. ഇതേ നേരം തന്നെ താര ഇവരുടെ കൂടെ വന്നിട്ട് കാടിന്റെ മറ്റൊരു ഭാഗത്താണ്. അവൾ ആ ഒരു കാടിന്റെ ഭംഗിയെല്ലാം ആസ്വദിച്ച് നല്ല രസമുണ്ടായിരുന്നു. അവൾ അതിലൂടെ അങ്ങനെ നടക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ മഷ്റൂം കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ലിസ ഉണ്ടല്ലോ, സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മഷ്റൂം കാണുകയാണ്. ഒരു കുഞ്ഞു മഷ്റൂം, അതിന്റെ മുകളിലായിട്ട് ഒരു കറുത്ത ഡോട്ട്. അപ്പൊ അത് അവൾ പറിക്കാൻ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ജെക്സ് പറയണ, പൊന്നു മോളെ തുടരരുത്, സാധനം ആറ്റം ബോംബാണ്, കഴിച്ചു കഴിഞ്ഞാൽ പിടുത്തം കിട്ടില്ല, അമ്മാതിരി കിളി പാറും. കിളി പാറുകയെന്നല്ല, അത് ആദ്യം നമ്മുടെ ശരീരത്തിൽ ഒരു പോയിസൺ പോലെയാണ് വർക്ക് ചെയ്യുക. ചിലപ്പോൾ നമ്മുടെ ഓർഗൻസ് എല്ലാം അടിച്ചു പോകാൻ വളരെ സാധ്യത കൂടുതലാണ്. എങ്ങാനും അതിന് സർവൈവ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ കിട്ടാൻ പോകുന്നത് അത് വേറെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. എല്ലാവരും ഇതിന് പറയുന്നത് ഡെത്ത് ഹെഡ് എന്നൊക്കെയാണ്. മാത്രമല്ല ഒരു പ്രത്യേക സീസണിൽ മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ. അതുപോലെ റയർ ആയിട്ട് കാടിന്റെ എവിടെയെങ്കിലും വെച്ച് മാത്രമേ ഇത് കാണുള്ളൂ. പിന്നെ ഇതിന്റെ ആ ഒരു കിക്ക് കിട്ടിയാൽ ഫ്യൂച്ചർ വരെ കാണാൻ കഴിയുന്നതാണ് പലരും പറയുന്നത്. ഇത് കേട്ടതോടെ തന്നെ നമ്മുടെ ട്രോയ്ക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ആവാണ്. കാരണം അവൻ നല്ല അസാധ്യ മരുന്നടിക്കാരനാണ്. അപ്പൊ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ജെയ്ക്സെ നമുക്കൊന്ന് ട്രൈ ചെയ്താലും ചോദിക്കുകയാണ്. അപ്പൊ ജെയ്ക്സ് പറയുന്നുണ്ട്, പൊന്നു മോനെ, ജീവനോട് ഇവിടുന്ന് പോകണമെങ്കിൽ ദയവ് ചെയ്ത് അതിന്റെ അടുത്തേക്ക് പോകരുതെന്ന് പറയണം. ഇതെങ്ങാനും കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ നീ വേറെ വല്ല ഡയമെൻഷനിലേക്ക് വരെ എത്തിപ്പോകും മോനെ, അതുകൊണ്ട് വന്നേന്ന് പറഞ്ഞിട്ട് അവനെയും കൂട്ടി പോവാണ്. ഇതേ നേരം തന്നെ നമ്മുടെ താരയെ കാണിക്കുകയാണ്. അവൾ ആ കാട്ടിലൂടെ ഒറ്റയ്ക്ക് നടക്കുകയാണല്ലോ. ആ സമയത്താണ് നമ്മുടെ പ്ലൂട്ടോ ട്രോയിയുടെ പേരായിട്ടുള്ള ഹോളിയുമായിട്ടൊരു മരത്തിന്റെ ചുവട്ടിൽ നിൽക്കുന്നത് കാണുന്നത്. ഓൾറെഡി ഈ പ്ലൂട്ടോന്റെ പേര് എന്ന് പറയുന്നത് ലിസയാണ്. പക്ഷെ എന്തിനാണെന്ന് അറിയില്ല, പ്ലൂട്ടോ ഒരു ആവശ്യമില്ലാതെ നമ്മുടെ ഹോളിയുടെ പിറകാലം നടന്ന് അവളെ ഫ്ലേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യം നമ്മുടെ താര കാണുന്നുണ്ട്. അവരുടെ കാര്യം അവരെന്താന്ന് വെച്ച് ചെയ്യട്ടെ, പോയേക്കാം എന്ന് കരുതി മുന്നോട്ടേക്ക് നടന്നപ്പോൾ കാലൊന്ന് തിന്നി അവള് പിറകിലേക്ക് വീഴുകയാണ്. ചെറിയൊരു വീഴ്ച, പ്രത്യേകിച്ചൊന്നും പറ്റിയതൊന്നുമില്ല കേട്ടോ. എന്നാൽ അവിടെ വെച്ച് നമ്മുടെ താര ഒരു കാര്യം കാണുകയാണ്. അതായത് ജെയ്ക്സ് അടുത്തേക്ക് പോലും പോകാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു ഡെത്ത് ഹെഡ് എന്ന് പറയുന്ന ആ മഷ്റൂം അതിപ്പോ താര കാണുകയാണ്. കണ്ടപ്പോ തന്നെ കുറച്ച് സ്പെഷ്യൽ ആയിട്ട് താരയ്ക്ക് തോന്നുന്നുണ്ട്. ഇപ്പോ താര വിചാരിക്കുകയാണ്, ഇവന്മാരൊക്കെ ഓരോന്ന് അടിച്ച് നല്ല ട്രിപ്പായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്, ഇത്തവണ എനിക്കും ഒന്ന് എൻജോയ് ചെയ്യണം, ഒന്ന് ട്രൈ ചെയ്തേക്കാം എന്ന് കരുതിയിട്ട് താര ഈ സാധനം എടുത്ത് അങ്ങടെ അടിക്കുകയാണ്. പിന്നെ എന്താ സംഭവിച്ചെന്ന് അറിയോ? അതിന്റെ ആ ഒരു ലഹരി കിട്ടുമൊന്നുമല്ല ചെയ്തത്, തല കറങ്ങി താഴേക്ക് വീണ് അവള് കിടന്ന് പെട്ടയ്ക്കാൻ തുടങ്ങുകയാണ്. ഈ മരണവെപ്രാളം എന്നൊക്കെ പറയല്ലേ, അതുപോലെ വായിന്ന് നൊരയും പതയും വരെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ കാര്യം ജെയ്ക്സ് കാണുകയാണ്. ജെയ്ക്സിനെ കണ്ടപാടിനെ മനസ്സിലായി, അയ്യോ പണി പറ്റിച്ചില്ലെന്ന് പറഞ്ഞിട്ട് അവൻ ഓടി വരികയാണ്. ഓടി വന്നിട്ടിപ്പോ അവളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. CPR-ഉം മറ്റേ കൃത്രിമശ്വാസവും എല്ലാം കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് താര ബോധമില്ലാതെ പറയുന്നുണ്ട്, ജെക്സെ നീ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുന്നേ തന്നെ ഞാൻ നിന്നെ കണ്ടു, നീ എന്നെ കിസ് ചെയ്യുന്നതായിട്ട്, നീ എന്നെ ചുംബിക്കുന്നതായിട്ട് ഞാൻ കണ്ടു എന്നൊക്കെ അവളൊരു ബോധമില്ലാതെ പറയാണ്. ഈ സമയത്ത് ജെക്സ് പറയണ, ഒന്നുകൊണ്ട് പേടിക്കണ്ട, ആ മഷ്റൂം കഴിച്ചതുകൊണ്ട് ഓരോന്ന് തോന്നുകയാണ്, വാ നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് അവളെയും കൊണ്ട് അവിടുന്ന് പോവാണ്. പിന്നീട് നമ്മുടെ താരയ്ക്ക് ബോധം വരുമ്പോൾ രാത്രി ആയിട്ടുണ്ട്. അവള് ടെന്റിന്റെ ഉള്ളിലാണ്. തൊട്ടടുത്ത് തന്നെ നമ്മുടെ ലിസ ഉണ്ട് കേട്ടോ. ലിസ ഇപ്പൊ താരയ്ക്ക് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോഴും സ്വബോധമില്ലാതെ താര ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ലിസ, ഞാൻ കണ്ടു, അവൻ എന്നെ രക്ഷപ്പെടുത്തുന്നതിന് മുന്നേ തന്നെ അവൻ എന്റെ അടുത്തേക്ക് വരുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പൊ ലിസ പറയണു, ഒന്നുമില്ല നീ പേടിക്കേണ്ട, നീ ഈ വെള്ളം കുടിച്ച് കുറച്ചു നേരം ഇവിടെ തന്നെ കിടന്നു എന്ന് പറയാം. പിന്നീട് പതിയെ താര അവിടെ കിടക്കുകയാണ്. അവൾ ആ ഒരു ടെന്റിന്റെ ഉള്ളിൽ കിടക്കുന്ന സമയത്ത് പുറത്ത് ഇവരെല്ലാവരും എൻജോയ് ചെയ്യുന്നത് ആ ഒരു നിഴല് പോലെ താര കാണുന്നുണ്ട്. എന്തായാലും അവള് കഴിച്ച ആ ഒരു മഷ്റൂം, അതിന്റെ ആ ഒരു ബോധക്കേട് അത് പെട്ടെന്നൊന്നും തലയിൽ നിന്ന് ഇറങ്ങി പോകില്ല. ഇതേ നേരം പുറത്ത് കാണിക്കുകയാണ്. എല്ലാവരും കൂടെ ഒരു ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്തിട്ട് അതിന്റെ ചുറ്റും ഇരിക്കുകയാണ് കേട്ടോ. ആ നേരത്ത് ജേക്സ് കഴിക്കാനായിട്ട് ഇന്ന്
അവർ കളക്ട് ചെയ്ത ഒരു ചെറിയ ചെറിയ മഷ്റൂമുകൾ ഉണ്ടല്ലോ, വലിയ ഡേഞ്ചർ ഒന്നുമല്ല, ഒരു നോർമൽ സാധനമാണ്. അത് വെച്ച് ചെറിയൊരു സൂപ്പ് എല്ലാം റെഡിയാക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ട്രോയ് ഒരു കാര്യം പറയുന്നുണ്ട്, നല്ല ആംബിയൻസ്, നല്ലൊരു ഹൊറർ ഫീൽ. ഈ സമയത്ത് അങ്ങനെ ഒരു കഥ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇത് കേട്ടപ്പോൾ ജെയ്ക്സ് പറയണ പേടിക്കണ്ട, അങ്ങനെ ഒരു കഥ ഞാൻ പറഞ്ഞുതരാം. ഈ കാടിന് അങ്ങനെ ഒരു കഥയുണ്ട്. അതായത് ഈ കാടിന്റെ വേറൊരു ഭാഗത്തായിട്ട് അടച്ചു മൂടി കിടക്കുന്ന ഒരു വലിയ ബംഗ്ലാവ് ഉണ്ട്. കുറച്ചധികം വർഷങ്ങൾക്ക് മുന്നേ ഒരു ചർച്ചിന്റെ കീഴിലായിരുന്നു ആ ഒരു ബംഗ്ലാവ് ഉണ്ടായിരുന്നത്. ഓർഫൻസ് ആയിട്ടുള്ള കുറേയധികം കുട്ടികളെ നോക്കുന്ന ഒരു സ്ഥലമായിരുന്നു അത്. അതുപോലെ തന്നെ അതിന്റെ മേൽനോട്ടക്കാരൻ ഒരു ഫാദർ ആയിരുന്നു. അയാൾ എല്ലാവരും വിളിച്ചിരുന്നത് ബ്ലാക്ക് ബദർ എന്നായിരുന്നു. എന്നാൽ ഈ ഫാദറിന്റെ സ്വഭാവം വളരെയധികം മോശമായിരുന്നു കേട്ടോ. അവിടെ ഉണ്ടായിരുന്ന കുട്ടികളോടൊക്കെ ഭയങ്കര ക്രൂരമായ രീതിയിലാണ് പെരുമാറുക. അവർ ഉപദ്രവിക്കാറുണ്ട്, ടോർച്ചർ ചെയ്യാറുണ്ട്. ആരും ചോദിക്കാൻ വരില്ല. ചോദിക്കാൻ വരാനായിട്ട് ഈ കുട്ടികൾക്കായിട്ടൊന്നും ആരും ഇല്ല. അങ്ങനെ ഒരു ദിവസം അവിടെ ഉണ്ടായിരുന്ന 2 ഇരട്ട കുട്ടികളുണ്ട്. അതിൽ ഒരാള് ഇയാളുടെ ഈ പരിപാടികളൊക്കെ കണ്ട് ദേഷ്യം വന്ന് അയാളുടെ റൂമിന്റെ ഡോറിന് കല്ലെടുത്തെറിയാണ്. അതിന് പകരം ഈ ഫാദർ എന്താ ചെയ്തേന്നറിയോ? ആ ചെറുക്കനെ കൊണ്ടുപോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് അവന് തൂക്കി അങ്ങിട്ട് കൊന്നു കളഞ്ഞു. ഇത് മാത്രമല്ല ചെയ്തത്, അവന്റെ ട്വിൻ ബ്രദർ ഉണ്ടല്ലോ, അവന്റെ തലയിൽ ചാക്ക് പോലത്തെ ഒരു മുഖംമൂടി ഇട്ട് കൊടുത്ത് അവനെ കൊണ്ട് ഈ കാഴ്ച കാണിപ്പിക്കുകയും കൂടെ ചെയ്തു. അതോടെ ആ ചെക്കന് ഭയങ്കര പകയായി ആ ഫാദറിനോട്. അതുകൊണ്ട് തന്നെ ഒരു പണി കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവൻ നേരെ കാട്ടിലേക്ക് പോയിട്ട് ഈ കാട്ടിൽ റെയർ ആയിട്ട് കാണുന്ന ആ ഒരു മഷ്റൂം ഉണ്ടല്ലോ, ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ, ഡെത്ത് ഹെഡ് എന്ന് പറഞ്ഞ ആ ഒരു മഷ്റൂം, അത് കുറെ അധികം ആനോ പെറുക്കി വന്ന് ഈ ഫാദർ കഴിക്കുന്ന സൂപ്പിൽ കൊണ്ടുപോയിട്ടു. അയാൾ ചാകുമെന്നാണ് ഈ ചെറുക്കൻ വിചാരിച്ചത്. പക്ഷെ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. അത് കഴിച്ചതിന് ശേഷം അയാള് ഒരു മൃഗമായിട്ട് മാറി. പിന്നീട് എന്താ ചെയ്തേന്നറിയോ? അന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും ഇയാൾ കഴുത്തറുത്ത് കൊന്നുകളയാണ്. ഒരു മൃഗത്തെ പോലെ ആയി ആള്. എന്നാൽ അതിനുശേഷം ഈ ബ്ലാക്ക് ബ്രദർ എന്ന പേരുള്ള ഈ ഫാദറിനും അതുപോലെ തന്നെ ആ പിള്ളേർക്കും എന്ത് സംഭവിച്ചുവെന്ന് കൂടുതലായിട്ടൊന്നും ആർക്കും അറിയില്ല. എന്നാൽ പല തവണയായിട്ട് ഈ കാട്ടിലേക്ക് വരുന്നവരെ ഇവർ അറ്റാക്ക് ചെയ്യാറുണ്ട്, ഇവരുടെ ആത്മാക്കൾ ഉപദ്രവിക്കാറുണ്ട്, അതും കൊടൂരമായിട്ട് തന്നെ. ഇങ്ങനെയുള്ള ചില കഥകളും ഞാൻ ഈ ഒരു കാടിനെ ചുറ്റിപ്പറ്റി കേൾക്കുന്നുണ്ട് കേട്ടോ. സോ ഇതെല്ലാം കേട്ട് നമ്മുടെ പിള്ളേർ ചെറുതായിട്ടൊന്ന് പേടിക്കുന്നുണ്ട്. ഇതെല്ലാം അതുപോലെ തന്നെ നമ്മുടെ താരയും കേൾക്കുന്നുണ്ട് കേട്ടോ, ഒരു അരബോധാവസ്ഥയിൽ. എന്നാലൊന്ന് എഴുന്നേറ്റ് നിൽക്കാനോ ഒന്ന് അവരുടെ കൂടെ പോയി എൻജോയ് ചെയ്യാനോ ഒന്നും താരയെ കൊണ്ട് പറ്റുന്നില്ല. അതുപോലെ തന്നെ കഥയെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹോളി അത്യാവശ്യം പേടിയുള്ള കൂടുതലാണ്. അവള് പറയാണ്, ഇനി കൂടുതൽ കഥ കേൾക്കാനുള്ളൊന്നും ത്രാണി എനിക്കില്ല, ഞാൻ എന്തായാലും പോയി കിടക്കാന്ന് പറഞ്ഞിട്ട് അവള് നേരെ ടെന്റിൽ പോവാണ്. അവള് പോയി കിടന്ന പാടെ തന്നെ അവളുടെ പിന്നാലെ ട്രോയും പോകുന്നുണ്ട്. ഓരോരുത്തരും അവരുടെ ടെന്റിൽ പോയി കിടക്കുകയാണ്. പോയി കിടന്നാൽ പിന്നെ എന്തായിരിക്കും, അതൊക്കെ തന്നെ നടക്കുകയാണ്. എന്നാൽ ഹോളിയും അതുപോലെ തന്നെ ട്രോയും റൊമാൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഹോളിക്ക് ഒരു തോന്നല്, ആരോ ഈ ടെന്റിന്റെ അടുത്തുകൂടെ പോയിന്ന്. അപ്പൊ തന്നെ ഹോളിക്ക് മനസ്സിലായി ഇത് അവനാണ്, ഇത് അവൻ തന്നെയാണ്. അവനിക്ക് ഒരാളില്ലേ, പിന്നെ എന്തിനാ വന്നിട്ട് ഇങ്ങോട്ടേക്ക് എത്തി നോക്കുന്നത്, വൃത്തികെട്ട സ്വഭാവം. പ്ലൂട്ടോയെ കുറിച്ചാട്ടോ പറയുന്നത്. എന്തായാലും ഇത് കേട്ടപാടിനെ ട്രോയ് നേരെ പ്ലൂട്ടോയുടെ അടുത്തേക്ക് ചെന്നിട്ട് അവന് വിളിച്ചിട്ട് ടെന്റിനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. നിനക്കൊരാളില്ലേ, പിന്നെ എന്തിനാടാ എന്റേത് വന്ന് എത്തി നോക്കുന്നത്? ഇത് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാവുകയാണ് അവര്. ഇപ്പൊ പ്ലൂട്ടോ പറയണ, നീ എന്ത് തേങ്ങയട ഈ പറയുന്നത്, ഞാൻ ഈ ടെന്റിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ട്രോയ് വിടുന്നില്ല. ദേഷ്യം വന്ന പ്ലൂട്ടോ അവനോട് ഒരേറ്റ ഇടി കൊടുക്കണം, പോയി പണിയൊക്കെ ആവുന്നത്. വെറുതെ പെണ്ണിന്റെ വാക്കും കേട്ട് എന്നെ ചൊറിയാൻ വന്നാണ്ടല്ലോ, അടിച്ച് കണ്ണിയാൻ പൊടിച്ചാലും. ഈ സമയത്താണ് ജെയ്ക്സ് അങ്ങോട്ടേക്ക് ഓടി വരുന്നത്. നിങ്ങൾ വെറുതെ തല്ല് കൂടണ്ട, ഞാനാണ് ഒന്ന് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി അതിലൂടെ പോയത്, വെറുതെ തെറ്റിദ്ധരിക്കണ്ട, ഹോളി ഒന്ന് പോയി കിടക്കുന്ന് പറയാണ്. എന്തായാലും എല്ലാവരും അവരുടെ ആ ഒരു ടെന്റിൽ പോയി കിടക്കുകയാണ്. പ്ലൂട്ടോ നേരെ അവന്റെ ടെന്റിൽ വന്ന് കിടന്നു. അതുപോലെ തന്നെ ലിസ തൊട്ടടുത്ത് കണ്ടു കേട്ടോ. അപ്പൊ അവളോടൊന്ന് റൊമാൻസ് ചെയ്യാൻ നിൽക്കുമ്പോൾ ഒന്ന് പോയടാവുന്നു, നല്ല ഉറക്കം വരുന്നുണ്ട്, പിന്നെ നോക്കാന്ന് പറഞ്ഞിട്ട് അവനങ്ങോട്ട് മാറ്റി നിർത്തുകയാണ്. പ്ലൂട്ടോയ്ക്ക് നന്നായിട്ട് ദേഷ്യം വന്നു കേട്ടോ. എന്തായാലും ഇതിനു ശേഷം നമ്മുടെ ജെയ്ക്സ് നേരെ പോയി കിടക്കുന്നത് താരയുടെ ടെന്റിന്റെ ഉള്ളിലാണ്. ഇപ്പൊ താരയോട് ജെയ്ക്സ് ഒരു കാര്യം പറയുന്നുണ്ട്, ഇതൊക്കെ സംഭവിക്കുന്നത് നീ ആ ഒരു മഷ്റൂം കഴിച്ചില്ലേ, അതുകൊണ്ടാണ്. അതായത് ടെന്റിന്റെ പുറത്തേക്ക് ഇറങ്ങി നടന്നത് മറ്റാരുമല്ല, താരയായിരുന്നു എന്ന് അവളെ വേറെ ആരും തെറ്റിദ്ധരിക്കേണ്ടെന്ന് കരുതിയിട്ട് ജെയ്ക്സ് തന്നെയാണ് ഞാനാണ് പോയതെന്ന് പറഞ്ഞിട്ട് ഒരു നുണ പറഞ്ഞത്. എന്തായാലും താര നീ കണ്ണടച്ച് കിടന്നു ജെയ്ക്സ് പറയണം. അതായത് അവളുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി മാത്രമാണ് താരയുടെ അടുത്ത് ജെയ്ക്സ് വന്നിപ്പോ കിടന്നത്, വേറൊരു ദുരുദ്ദേശം അവനില്ലായിരുന്നു. ഇതേ നേരം തന്നെ ലിസ ഒന്നിനും സമ്മതിക്കാത്തതുകൊണ്ട് പ്ലൂട്ടോയ്ക്ക് നല്ല ദേഷ്യമായി. അവനിപ്പോ ആ ഒരു ടെന്റ് വിട്ട് പുറത്തേക്ക് ഇറങ്ങാണ്. അതേ സമയത്ത് തന്നെ ജെയ്ക്സ് അവിടെ ഉണ്ടാക്കി വെച്ച ആ ഒരു മഷ്റൂമിന്റെ സൂപ്പ് ഉണ്ടായിരുന്നല്ലോ, ഇവൻ അത് മുഴുവൻ എടുത്ത് കുടിക്കുകയാണ്. കുടിച്ച് കഴിഞ്ഞതേ ഓർമ്മയുള്ളൂ, കിളി പമ്പര പാറുകയാണ്. കാണുന്നത് മുഴുവൻ ഡിജിറ്റലായിട്ട്, കാഴ്ചകളൊക്കെ ഏതോ ഒരു ലെവലിലേക്ക് പോവാണ്. ഒരുമാതിരി ഒരു ആനത്തരിപ്പ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ. ഇവനിക്കാണെങ്കിൽ ഭയങ്കര രസവും നല്ല സുഖം. ഇത് പറഞ്ഞവൻ കാട്ടിലേക്ക് പോവാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് വാളും വെക്കുന്നുണ്ട്. എന്നാലും ആ ഒരു കിക്ക് അവന് പോകുന്നില്ല. പിന്നീട് കാട്ടിന്റെ ഉള്ളിലേക്ക് വന്ന് നോക്കുമ്പോൾ സുന്ദരിയായിട്ടുള്ള ആ ഒരു പെണ്ണ് മരങ്ങൾക്കിടയിലൂടെ പോകുന്നു. അത് കണ്ടപാടിനെ നിക്കവിടെ ഞാനും ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ പെണ്ണിന്റെ പിന്നാലെ ഇവൻ പോവുകയാണ്. എന്നാൽ പെട്ടെന്ന് ആ ഒരു പെണ്ണിനെ കാണാതാവുകയാണ്. പകരം അവിടെ ഒരു പശുവിനെ കാണുന്നുണ്ട്. ഇപ്പൊ ആ ഒരു പശു പ്ലൂട്ടോയോട് പറയണ്, ദാ ആ പെണ്ണിനെയല്ല കാണേണ്ടത്, ഇതിലേ പോയാ മതി എന്ന് പറയാണ്. ഇത് കണ്ടപ്പോ പ്ലൂട്ടോയ്ക്ക് അത്ഭുതം തോന്നുന്നു. പശു സംസാരിക്കുവോ? എന്തെങ്കിലും ആവട്ടെ, ആ പെണ്ണ് ഈ വഴിക്കല്ലേ പോയത്, എന്നാ പിന്നെ ആയിക്കോടെ തന്നെ
തന്നെ അങ്ങ് പോയേക്കാം. കുറച്ച് മുന്നോട്ടേക്ക് പോയപ്പോ ഇപ്പൊ പ്ലൂട്ടോയ്ക്ക് ഒരു കാറ് കാണാൻ പറ്റി. അപ്പൊ അതിന്റെ ഉള്ളിലാണ് ആ ഒരു പെണ്ണിരിക്കുന്നത്. അപ്പൊ അവളുടെ ആ ഒരു സൗന്ദര്യത്തിൽ മയങ്ങി പ്ലൂട്ടോ നേരെ അങ്ങോട്ടേക്ക് ചെന്ന് കാറിന്റെ ഡോറ് തുറക്കാൻ വേണ്ടി പറയണേ. അവള് പറയണേ, ഏയ് ഡോറൊന്നും തുറക്കില്ല, ചില്ല് മാത്രം ഞാൻ കുറച്ച് താത്തി തരാം, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാലോ, അതുപോലെ ചെയ്യാന്ന് പറയണം. ശരിയെന്ന് പറഞ്ഞിട്ട് പ്ലൂട്ടോ അതുപോലെ നിന്ന് കൊടുക്കാൻ കേട്ടോ. പെട്ടെന്നാണ് അവന്റെ കൈകളിലേക്ക് നീളത്തിലുള്ള രോമങ്ങൾ വന്ന് പൊതിയുന്നത്. പ്ലൂട്ടോ പെട്ടെന്ന് പേടിച്ചു പോവാണ്. അവനിപ്പോ അവിടുന്ന് പോകാൻ നോക്കുമ്പോഴേക്കും അവന്റെ മർമ്മസ്ഥാനത്ത് തന്നെ നല്ല കടിയിട്ടുകയാണ്. പേടിച്ച് നിലവിളിച്ച് നിലത്തേക്ക് വീണ് പതിയെ പതിയെ ഇഴഞ്ഞു പോകുന്ന സമയത്ത് അവന്റെ കൂടെ ഉണ്ടായിരുന്നത് ഒരു പെണ്ണൊന്നും ആയിരുന്നില്ല, ഒരു യക്ഷിയായിരുന്നു. അവള് വന്ന് അവന് പിടിക്കാൻ നോക്കുന്ന അതേ നേരം തന്നെ തലയിൽ മുഖം മൂടിയിട്ട് ഒരാള് വന്നിട്ട് വലിയൊരു കോടാലി വെച്ച് അവനിക്കിട്ട് ഒരൊറ്റ വിട്ടുകൊടുക്കുകയാണ്. സ്പോട്ടിൽ തീർന്നു. ഈ കാര്യം കണ്ടുകൊണ്ട് നമ്മുടെ താര ചാടി എഴുന്നേൽക്കുകയാണ്. അതായത് ഈ കാര്യം സംഭവിച്ചിട്ടില്ല, സംഭവിക്കാൻ പോവുകയാണ്. ജെയ്ക്സ് പറഞ്ഞത് ഓർമ്മയുണ്ടോ? അതായത് ഡെത്ത് ഹെഡ് എന്ന് പേരുള്ള ആ മഷ്റൂം കഴിച്ചു കഴിഞ്ഞാൽ ഫ്യൂച്ചർ വരെ കാണാൻ കഴിയും. സോ താര നടക്കാൻ പോകുന്ന ഒരു കാര്യം നേരത്തെ കണ്ടതാണ്. അത് കണ്ട പാടിന് അവള് ചാടി എഴുന്നേറ്റ് പുറത്തേക്ക് പോയി നോക്കുമ്പോൾ കാട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഈ പ്ലൂട്ടോയെ കാണുകയാണ്. അവനിപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അവനിപ്പോ ആ ഒരു പശുവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സീൻ എത്തിയിട്ടേ ഉള്ളൂ. അപ്പൊ തന്നെ താര അങ്ങോട്ടേക്ക് വന്നിട്ട്, പ്ലൂട്ടോ നീ എന്താ ഇവിടെ നിൽക്കുന്നേ, വാ നമുക്ക് അങ്ങോട്ടേക്ക് പോകാന്ന് പറഞ്ഞിട്ട് അവനെയും കൂട്ടി നേരെ ആ ഒരു ടെന്റിന്റെ ഭാഗത്തേക്ക് പോവാണ്. എന്നാൽ അവൻ കണ്ട ആ ഒരു പശുവിനെയോ പെണ്ണിനെയോ ഒന്നും താര കണ്ടില്ല കേട്ടോ. എന്തായാലും ടെന്റിൽ കൊണ്ടുപോയിട്ട് പ്ലൂട്ടോയെ കിടത്തുമ്പോൾ പ്ലൂട്ടോ ഈ താരയോടും ഒന്ന് റൊമാൻസ് ആവാൻ നോക്കുകയാണ്. ഒന്ന് പോയടാ അവിടുന്ന്, അവിടെ കിടക്കുന്നു പറഞ്ഞിട്ട് അവൻ അവിടെ കിടത്തിയിട്ട് താര പോയിട്ട് കിടന്നുറങ്ങുകയാണ്. എന്തായാലും അവൾക്ക് ഫ്യൂച്ചർ കാണാനുള്ള ആ ഒരു ശക്തി ഉള്ളത് കൊണ്ട് തന്നെ പ്ലൂട്ടോ രക്ഷപ്പെട്ടു എന്ന് പറയാമല്ലോ. അങ്ങനെ പിറ്റേന്ന് രാവിലെ ആയിട്ടുണ്ട്. ലിസ എഴുന്നേറ്റപാടെ തന്നെ നോക്കുമ്പോൾ അവളുടെ മുടിയുടെ പല ഭാഗവും മുറിച്ച അവസ്ഥയിൽ കാണുകയാണ്. അവൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. ഇത് മിക്കവാറും ആ പ്ലൂട്ടോ തന്നെയായിരിക്കും ചെയ്തത്. പ്ലൂട്ടോ നീ എവിടെയാന്നുണ്ട് അവന് ഫുൾ അവിടെ നോക്കി നടക്കുകയാണ്. ഇതേ സമയത്ത് താര വന്നിട്ട് പറയണ, പ്ലൂട്ടോ ഇവിടെ ഇല്ലേ? ഇന്നലെ രാത്രി അവൻ ആ കാട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കുകയായിരുന്നു. ഞാനാണ് കൊണ്ടുവന്ന് അവനെ ഒരു ടെന്റിന്റെ ഉള്ളിലാക്കിയത്. ഇന്നലെ രാത്രി ആ കാട്ടിന്റെ ഭാഗത്തേക്ക് പോയിട്ട് ഒറ്റയ്ക്ക് നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, ഒരു ബോധവുമില്ലാതെ. അപ്പോഴാണ് ഞാൻ അവനെ കൂട്ടിക്കൊണ്ടുവന്ന് ആ ടെന്റിലാക്കിയത്. എന്തായാലും ഇതിനുശേഷം ഇവർ മുഴുവനായിട്ടും അവിടെ നോക്കുന്നുണ്ടെങ്കിലും പ്ലൂട്ടോയെ കാണാനില്ല. പിന്നീട് അവനെ തെരഞ്ഞുകൊണ്ട് താരയും അതുപോലെ തന്നെ ലിസയും നേരെ കാട്ടിന്റെ ഉള്ളിലേക്ക് പോവാണ്. സോ ഇനിയാണ് നമ്മുടെ ഈ ഒരു കഥ അത് ആരംഭിക്കാൻ പോകുന്നത്. എന്തായാലും താര ലിസ രണ്ടുപേരും ആ ഒരു ചെറിയ ഏരിയ കുറച്ചൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ബാക്കിയുള്ളവരാണെങ്കിൽ ആ കുളത്തിന്റെ അരികിൽ നിന്നുകൊണ്ട് മീനൊക്കെ പിടിച്ച് നന്നായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അങ്ങോട്ടേക്ക് പോയിട്ട് താര ലിസയും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആ ഒരു പ്ലൂട്ടോയെ കണ്ടായിരുന്നു? ഇപ്പോ ഈ ഒരു ട്രോയ് പറയണ്, പ്ലൂട്ടോയോ? ഞങ്ങൾ വിചാരിച്ചു അവൻ നിന്റെ കൂടെ ഉണ്ടാവുമെന്ന്. അപ്പോ നിന്റെ കൂടെ ഇല്ല, ഞങ്ങളുടെ കൂടെ ഇല്ല, അപ്പൊ പിന്നെ ആരുടെ കൂടെ ആയിരിക്കും? ഈ സമയത്താണ് ജെയ്ക്സ് ഒരു കാര്യം കാണുന്നത്. ഈ പ്ലൂട്ടോയുടെ ആ ഒരു എന്താ പറയാ ബർമുടയും അവന്റെ ഷൂവും അതുപോലെ തന്നെ ഇന്നലെ അവര് സൂപ്പ് ഉണ്ടാക്കിയ ആ ഒരു പാത്രം അതിലൊരു തരി പോലും ഇല്ല. അപ്പൊ തന്നെ ജെയ്ക്സ് പറഞ്ഞു അവനത് മുഴുവൻ എടുത്ത് കുടിച്ചിട്ടുണ്ടാവും. അപ്പൊ നല്ല റിസ്ക് ആണ്, അവൻ എങ്ങനെങ്കിലും തപ്പി കണ്ടുപിടിക്കണം. കിളി പാറി കാട്ടിന്റെ ഏതെങ്കിലും ഒരു മൂലക്ക് പോയി കിടക്കുന്നുണ്ടാവും. എന്തായാലും ഇവർ നേരെ വണ്ടിയുടെ അടുത്തേക്ക് ചെല്ലാണ് ഫോണൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഫോണ് മുഴുവനും പ്ലൂട്ടോയുടെ കയ്യിലാണല്ലോ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കാറിന്റെ ചാവിയും അവന്റെ കയ്യിലാണ്. പണിപാളി, അവനെ കണ്ടുപിടിച്ചേ മതിയാവുള്ളൂ. അങ്ങനെ ഇവർ രണ്ട് ടീമായിട്ട് കാട്ടിന്റെ ഉള്ളിലേക്ക് പോയിട്ട് അവനെ തപ്പാൻ തുടങ്ങുകയാണ്. നമ്മുടെ ട്രോയും അതുപോലെ തന്നെ ജെയ്ക്സും ഒരു ടീം, താര ലിസ ഹോളി ഇവര് മൂന്നുപേരും ഒരു ടീം. അങ്ങനെ ഇവർ കാട്ടിലേക്ക് നമ്മുടെ പ്ലൂട്ടോയെ തപ്പിപ്പോകുന്ന സമയത്ത് ഈ ലിസയും ഹോളിയും അത്ര സീരിയസ് ആയിട്ടൊന്നുമല്ല നോക്കുന്നത്. എന്നാൽ താരയാണെങ്കിൽ ഭയങ്കര സീരിയസ് ആയിട്ട് അവിടെയൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ലിസ തന്നെ വിചാരിക്കുകയാണ് ഇതെന്താ ഇവള് ഇങ്ങനെ നോക്കുന്നതെന്ന്. കാരണം ആ ഒരു സീരിയസ്നെസ് എന്താണെന്ന് അത് താരയ്ക്ക് മാത്രമേ അറിയുള്ളൂ. മുന്നില് അവള് തന്നെയാണ് പോകുന്നത് കേട്ടോ. ഇപ്പൊ ഒരു മരം കാണുന്നുണ്ട്. ആ മരത്തിന്റെ പിന്നിലായിട്ട് പെട്ടെന്ന് ഒരു ഷേഡോ വരികയാണ്. വളരെ പെട്ടെന്നാണ് അത് സംഭവിക്കുന്നത് കേട്ടോ. ഒരു പ്രത്യേകതരം വൈബ്രേഷനും ഫീൽ ആവുകയാണ്. അത് കണ്ട പാടിനെ താരയ്ക്ക് അപകടം മനസ്സിലായിട്ട് ഇവരോട് പറയാണ്, ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പാടില്ല, ഓടിക്കോ എന്ന് പറയാണ്. അങ്ങനെ ഇവര് മൂന്നുപേരും ഓടി കുറെ ദൂരം എത്തിയതിനു ശേഷം ഇപ്പൊ ലിസി ഹോളിയും ചോദിക്കുന്നുണ്ട്, താര എന്താണ് പ്രശ്നം? ഈ സമയത്ത് താര കാര്യങ്ങൾ പറയാണ്. അതായത് ആ ഒരു മഷ്റൂം ഡെത്ത് ഹെഡ് ഞാൻ അറിയാതെ കഴിച്ചുപോയി. അതിനുശേഷം ഫ്യൂച്ചർ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതായത് കുറച്ചു നേരം കഴിഞ്ഞ് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എനിക്ക് കാണാൻ പറ്റും. ഇന്നലെ രാത്രി പ്ലൂട്ടോയെ ആരോ കൊല്ലുന്നത് പോലെ എനിക്ക് കാണാൻ പറ്റി. അതുകൊണ്ടാണ് ഞാൻ കാട്ടിലേക്ക് പോയതും അവനെ രക്ഷപ്പെടുത്തിയതും. നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും ഈ കാട്ടിൽ ആരും ഉണ്ട്. ഒന്നില്ലെങ്കിൽ ഒരു ഗോസ്റ്റ്, അല്ലെങ്കിൽ ഒരു വേട്ടക്കാരൻ. ഇതെല്ലാം കേട്ട് ഭയന്ന് മരത്തിലിങ്ങനെ അള്ളി പിടിച്ചു നിൽക്കുകയാണ് നമ്മുടെ ഹോളി. അവള് പറയാണ്, താര ഇതൊക്കെ സത്യമാണോ? എനിക്ക് പേടിയായിട്ട് കൈയും കാലും വിറയ്ക്കുന്നുണ്ട്. ഇപ്പൊ ലിസ ഹോളിയോട് പറയുന്നുണ്ട്, അത് പിന്നെ ഓരോന്ന് അടിച്ചു കയറ്റിയിട്ടുണ്ടെങ്കിൽ ഓരോ കാര്യങ്ങൾ തോന്നില്ലേ, ഇതൊക്കെ വെറും ഒരു ഇമാജിനേഷൻ മാത്രമാണ്. ഇപ്പൊ ഹോളിക്ക് ദേഷ്യം വരികയാണ്. ലിസ നീ വെറുതെ എന്നോട് സംസാരിക്കാൻ നിൽക്കണ്ട. നിന്റെ ആ ചെറുക്കൻ പ്ലൂട്ടോ വെറുതെ ആവശ്യമില്ലാതെ എന്റെ മെക്കിട്ട് ഇന്നലെ കയറാൻ വന്നയാ. നീ കയ്യും കാലും കാണിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും നിന്റെ അടുത്തേക്ക് വന്നത്. എന്തായാലും ഇതും പറഞ്ഞ് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് അടിയായി. അടിയെന്ന് പറഞ്ഞാൽ മുട്ടിയൊക്കെ പിടിച്ച് നല്ല കുത്തുകുത്തുകയാണ്. ഇതിനിടയിൽ ലിസ താഴേക്ക് ഉരുണ്ട് വീണ് ഒരു ചെറിയ കുഴി പോലുള്ള ഒരു ഭാഗത്തേക്ക് ചെന്ന് വീഴാണ്. അപ്പൊ അവിടെ എന്തോന്ന് അവളുടെ കയ്യിൽ തടഞ്ഞു. അതെന്താണെന്ന് നോക്കിയപ്പോൾ ലിസ ഞെട്ടിത്തരിച്ച് ഉറക്കനെ കരയാണ്. ഇപ്പൊ ഹോളിയും അതുപോലെ തന്നെ താരയും വന്ന് നോക്കുമ്പോൾ ആരാണെന്നൊന്നും അറിയില്ല. നമ്മുടെ പ്ലൂട്ടോയെ വളരെ ബ്രൂട്ടലായിട്ട് അവിടെ കൊന്നിട്ടിരിക്കുകയാണ്. അവന്റെ ശരീരം മുഴുവൻ രക്താണ്, ചോരയിൽ കുളിച്ച് കിടക്കുകയാണ് കേട്ടോ. ഇത് കണ്ട്
വിറച്ച് വിറച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലിസ. ഇപ്പൊ താര പറയണത് നിങ്ങൾ പേടിക്കല്ലേ, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരിക്കുക, ഞാൻ പോയിട്ട് ജേക്സിനെ കൂട്ടിയിട്ട് വരാം. സോ അവര് രണ്ടുപേരും ഭയത്തിൽ അവിടെ ഇരിക്കുമ്പോൾ ജേക്സിനെ കൂട്ടാൻ വേണ്ടി താര ഒറ്റയ്ക്കാണ് പോകുന്നത് കേട്ടോ. കാട്ടിലൂടെ അവൾ അങ്ങനെ ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് വീണ്ടും ഫ്യൂച്ചർ താരയ്ക്ക് കാണാൻ കഴിയാണ്. അതായത് ഒരു ഹാലൂസിനേഷൻ പോലെ. തലയിൽ മുഖംമൂടി എല്ലാം ധരിച്ച നല്ല ഹൈറ്റ് ഉള്ള ഒരാള്, അയാളുടെ കയ്യിൽ ഒരു വലിയ കോടാലിയുണ്ട്. പതിയെ പതിയെ അയാൾ ഇപ്പോ താരയുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, അതും സെക്കൻഡ് കൊണ്ട്. അപ്പൊ അതൊരു സാധാരണ മനുഷ്യനല്ല, അമാനുഷികമായിട്ടുള്ള എന്തോ ഒരു കാര്യമാണത്. പിന്നെ താര അവിടെ നിന്നില്ല, തിരിച്ചോടി വരികയാണ് നമ്മുടെ ലിസയുടെയും ഹോളിയുടെ അടുത്തേക്ക്. എന്നിട്ട് അവരോട് പറയാണ്, ഇവിടെ ഇനി നിൽക്കണ്ട, വാ നമുക്ക് ഒരുമിച്ച് പോവാന്ന് പറഞ്ഞിട്ട് 3 പേരും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഓടുന്ന സമയത്ത് പലതരം മുഖങ്ങളും താരയുടെ അടുത്തുകൂടെ വന്ന് പോകുന്നുണ്ട് കേട്ടോ. അതായത് ഈ കാട്ടിൽ ഒരു ഗോസ്റ്റ് അല്ല, ഒരു കൂട്ടം ഗോസ്റ്റുകളുണ്ട് എന്നാണ് തോന്നുന്നത്. കാരണം അങ്ങനെ ഒരു ഫേസ് ഇപ്പോൾ നമ്മുടെ താരയുടെ അടുത്തുകൂടെ പോവുകയാണ്. ആ സമയത്ത് അവളുടെ ശ്രദ്ധ മാറി അവളുടെ തല പോയിട്ട് ഒരു മരത്തിലിടിക്കുകയാണ്, നിലത്ത് വീഴുന്നുണ്ട്. ഇപ്പൊ അവള് പതിയെ അവളുടെ ആ ഒരു ബോധം പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് വീണ്ടും താരയ്ക്ക് മറ്റൊരു ഹാലൂസിനേഷൻ ഉണ്ടാവുകയാണ്. അതായത് ഇവര് 3 പേരും, താര, ലിസ, ഹോളി, 3 പേരും 3 ഭാഗത്തേക്ക് ചിതറി ഓടിയില്ലേ. അതിൽ ഈ ഹോളി ഓടിയെത്തുന്നത് കാടിനുള്ളിലെ തന്നെ ഒരു ട്രീ ഹൗസിന്റെ അടുത്തേക്കാണ് കേട്ടോ. അവള് രക്ഷിക്കണേന്ന് പറഞ്ഞപ്പോൾ അതിന്റെ ഉള്ളിൽ നിന്നും 2 ആള് പുറത്തേക്ക് വന്നു. ആ 2 ആൾക്കാർ വേറെ ആരുമില്ല, ഈ കാട്ടിൽ തന്നെ താമസിക്കുന്ന ആ 2 കാട്ടുവാസികളുണ്ടല്ലോ, അവരായിരുന്നു. അതായത് കണ്ണിൽ കണ്ടതെല്ലാം വേട്ടയാടി പിടിച്ചു തിന്ന അവന്മാര് തന്നെ. എന്തായാലും അവരിപ്പോ ഹോളിയെ നേരെ വീട്ടിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് ഇവിടെ ഇരുന്നോ, കുഴപ്പമൊന്നുമില്ല, പേടിക്കേണ്ടെന്ന് പറയാണ്. എന്നാൽ ആ വീട്ടിന്റെ ഉള്ളിലേക്ക് അവള് വന്നു നോക്കുമ്പോൾ ആ വീടിന്റെ ചുമരിലും അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഫുള്ള് രക്തത്തിന്റെ കറിയും ഇറച്ചി കഷ്ണങ്ങളും ഇതെല്ലാം കണ്ട് അവളുടെ ഉള്ളൊന്ന് പെടയ്ക്കാണ് കേട്ടോ. കാരണം വന്ന് പെട്ടത് മറ്റൊരു സ്ഥലത്തായിപ്പോയോ എന്നൊക്കെ അവളിങ്ങനെ വിചാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹോളി പറയാണ്, എന്നെ വേട്ടയാടാനായിട്ട് ആരും എന്റെ പിറകാലെ വരുന്നുണ്ട്, എനിക്ക് പേടിയാവുന്നു, ഒരു കൊലപാതകവും ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു എന്നൊക്കെ ഹോളി പറയാണ്. എന്നാൽ ഇത് കേട്ട സമയത്ത് ആ കാട്ടുവാസികളായിട്ടുള്ള ആൾക്കാർ പറയണേ, ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഇതൊക്കെ ഒരു തോന്നലാണ്, നിങ്ങൾ കഴിച്ച ആ മഷ്റൂം ഞങ്ങളും കഴിക്കാറുണ്ടെന്നേ, കുറച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ശരിയാകുന്നു പറയാണ്. ഈ സമയത്ത് ഹോളി ചോദിക്കുകയാണ്, എനിക്കൊന്ന് ഫോൺ ചെയ്യണം, ഇവിടെ ഫോൺ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അവരവിടെ ഒരു ഫോൺ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ വേഗം തന്നെ ഹോളി പോയിട്ട് ആ ഒരു കോൾ എടുത്ത് കോള് കണക്ട് ചെയ്യാൻ നോക്കുകയാണ്. ഈ സമയത്ത് ഇവന്മാര് പറയുന്നുണ്ട്, ഞങ്ങൾ ഫോൺ ഉണ്ട് എന്നേ പറഞ്ഞുള്ളൂ, അത് വർക്ക് ചെയ്യുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ തന്നെ ഹോളിക്ക് നെഗറ്റീവ് അടിച്ചു. അവള് ചോദിക്കുകയാണ്, ഇവിടെ ബാത്റൂം ഉണ്ടോ, എനിക്കൊന്ന് ബാത്റൂം പോകണമായിരുന്നു, അതാ അവിടെ ഉണ്ട്, അങ്ങോട്ടേക്ക് പോയിക്കുമെന്ന് ഇവന്മാര് പറയുന്നുണ്ട്. അപ്പൊ അത് കേട്ട പാടിനെ അവള് നേരെ ബാത്റൂമിലേക്ക് പോവാണ്. പോയ പാട് തന്നെ അതിന്റെ കഥക് ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്യാണ് കേട്ടോ. അതായത് വന്നു പെട്ട സ്ഥലം അത് മാറിപ്പോയി എന്ന് അവൾക്ക് മനസ്സിലായി. അതായത് പുലിയെ പേടിച്ച് ഓടിച്ചെന്ന് കയറിയത് സിംഹത്തിന്റെ മടയിലായിപ്പോയി എന്നൊക്കെ പറയുന്നത് പോലെ. എന്തായാലും ഈ സമയത്താണ് ഹോളി വേറൊരു ശബ്ദം കേൾക്കുന്നത്. അവൾ ആ ഒരു ബാത്റൂമിന്റെ ഗ്യാപ്പിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഈ 2 കാട്ടുവാസികളുണ്ടല്ലോ, ഇവന്മാരെ അറ്റാക്ക് ചെയ്യുന്ന വേറെ ഏതോ ഒരാള്, അതാരാണെന്ന് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നില്ല. അവന്മാർക്കാണെങ്കിൽ അയാളെ തടുത്ത് നിർത്താനും പറ്റുന്നില്ല. പെട്ടെന്നാണ് ഹോളിയുടെ കൈയ്യ് ഇപ്പൊ വന്ന ആള് കയറി പിടിക്കുന്നത്. അതായത് ആ ബാത്റൂമിൽ ഒരു ഓട്ട ഉണ്ടായിരുന്നില്ല, അതിലൂടെ കൈയിട്ട് കുത്തിക്കയറ്റി അവളുടെ കയ്യിൽ പിടിച്ചത്. ഇപ്പൊ ഹോളി കയ്യിൽ കിട്ടി എന്തോന്ന് വെച്ച് അയാളുടെ കൈക്കിട്ട് ഒറ്റ അടിയാണ്. ഈ സമയത്താണ് താര പെട്ടെന്ന് കണ്ണു തുറക്കുന്നത്. അതായത് ഇപ്പൊ ഉണ്ടായ ഈ സംഭവങ്ങളുണ്ടല്ലോ, ഇത് മുഴുവൻ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യം, അതായത് കുറച്ചു നേരം കഴിഞ്ഞാൽ നടക്കാൻ പോകുന്ന കാര്യം, അത് താര നേരത്തെ തന്നെ കണ്ടു കഴിഞ്ഞു. അതുപോലെ തന്നെ എഴുന്നേറ്റ സമയത്ത് ആ വീട്ടിൽ നിന്നും ഹോളി രക്ഷപ്പെട്ട് പുറത്തേക്ക് വന്നു. അതിനുശേഷം ഒരുപാട് വേരുകളുള്ള ഒരു മരത്തിന്റെ ചുവട്ടിൽ പോയിട്ട് ഒളിക്കുന്നതും അവിടെ വെച്ച് അവളെ മറ്റാരും അറ്റാക്ക് ചെയ്യുന്നതായിട്ടൊക്കെ ഇപ്പൊ താര കാണുകയാണ്. സോ ഇതെല്ലാം സംഭവിക്കുന്നതിന് മുന്നേ തന്നെ ഹോളിയെ പോയിട്ട് രക്ഷപ്പെടുത്തണം. അതുകൊണ്ട് ഹോളിയെ വിളിച്ചുകൊണ്ട് തന്നെ ആ കാട്ടിന്റെ ഉള്ളിലേക്ക് താര വീണ്ടും പോവുകയാണ്. ഇതിനുശേഷം കാണിക്കുന്നത് ജേക്സിനെയും ട്രോയിയാണ്. നമ്മുടെ താരയ്ക്കും ലിസയ്ക്കും ഹോളിക്കും സംഭവിച്ച കാര്യങ്ങളൊന്നും ഇവരറിയുന്നില്ല. പ്ലൂട്ടോ മരിച്ചതുപോലും ഇവരറിഞ്ഞിട്ടില്ല ഇപ്പോ, കാരണം ആരുടെ കയ്യിലും ഫോണില്ലല്ലോ. എന്തായാലും പ്ലൂട്ടോയെ വിളിച്ചുകൊണ്ട് ഇവര് കാട്ടിന്റെ ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് പെട്ടെന്നാണ് പ്ലൂട്ടോ കേട്ടതുപോലെ ഒരു സ്ത്രീയുടെ ശബ്ദം ഇവർക്ക് 2 പേർക്കും കേൾക്കാൻ പറ്റിയത്. എന്നാൽ ആ ഭാഗത്തേക്ക് നോക്കുന്ന സമയത്ത് ഇവർക്ക് കാണാൻ കഴിഞ്ഞത് തലയിൽ ചാക്ക് പോലത്തെ എന്തോ ഒന്നിട്ട് ഇവരോട് സംസാരിക്കുന്ന ഒരു രൂപത്തെയാണ്. അതിനും ഈ പെണ്ണിന്റെ അതേ ശബ്ദം തന്നെയാണ്. പെട്ടെന്ന് ഇവർക്ക് നേരെ കല്ലുകൊണ്ട് ഏറ് കിട്ടുകയാണ്. അതിൽ തന്നെ ജേക്സും ട്രോയും ആകെ പേടിച്ചു പോവാണ്. ട്രോയ് പറയണ, ജേക്സെ നമുക്ക് ഇനി ഇവിടുന്ന് പോവാം, ഇവിടെ നിൽക്കണ്ടെന്ന് പറയണ. അതേ നേരത്ത് മറ്റൊരു കാര്യം കൂടെ സംഭവിക്കുകയാണ്. ഇപ്പൊ മരിച്ചുപോയ പ്ലൂട്ടോ ഉണ്ടല്ലോ, അവൻ മരിച്ച കാര്യം ഇവർക്കറിയില്ല. പക്ഷെ ഇവർക്കൊരു കാര്യം കിട്ടുകയാണ്. പ്ലൂട്ടോയുടെ കൈയിന്റെ ഒരു കഷ്ണം ഇത് കണ്ടപാട് തന്നെ ഇവന്മാര് വിറച്ചു പോകുന്നുണ്ട് കേട്ടോ. ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കില്ല എന്ന് പറയണം. ഇതിനുശേഷം കാണിക്കുന്നത് ലിസയാണ്. അതായത് അവളും ഇപ്പൊ ഒറ്റയ്ക്കാണ് കേട്ടോ. ഭയന്ന് വിറച്ച് എങ്ങോട്ടേക്ക് പോകണമെന്ന് അറിയാതെ അവൾ ഒരു മരത്തിനോട് ചേർന്ന് അങ്ങനെ നിൽക്കുകയാണ്. ഇപ്പൊ അവളെ കണ്ട് താര അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. താര വന്ന പാടിനെ പറയാണ്, ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന വഴിയിൽ എനിക്ക് ഹോളിയുടെ ബാഗ് കിട്ടി, അതിനർത്ഥം അവൾക്ക് എന്തോ ഒന്ന് സംഭവിച്ചു എന്നാണ്. അതുപോലെ താര ഇന്നലെ ജേക്സ് പറഞ്ഞ ആ ഒരു കഥയുണ്ടല്ലോ, അതിൽ പറഞ്ഞ ആ ഒരു ബ്ലാക്ക് ബദർ, ഇതൊക്കെ സത്യമാണ്. ഇനി അയാൾ തന്നെയാണോ എന്ന് എനിക്ക് ഉറപ്പില്ല. എന്നാൽ ആരോ ഒരാൾ നമ്മളെല്ലാരും വേട്ടയാടുന്നുണ്ട്. സോ ഇത് കേട്ടപാട് തന്നെ ലിസയുടെ കാലും കൈയും വിറയ്ക്കാൻ തുടങ്ങി. എന്ത് ചെയ്യണമെന്ന് അവൾക്കും യാതൊരു പിടുത്തവുമില്ല. ഇപ്പൊ ഇവര് നിൽക്കുന്നത് ഒരു പുഴയുടെ അരികിലായിരുന്നു. ഈ സമയത്താണ് ഈ പുഴയുടെ അപ്പർ ഭാഗത്തായിട്ട് ജേക്സും ട്രോയും വരുന്നത്. നല്ല ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ പറയുന്ന കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് ലിസയ്ക്കും താരക്കും കേൾക്കാൻ പറ്റുന്നില്ല. എന്നാലും കൈകൊണ്ടൊരു കാര്യം കാണിക്കുന്നുണ്ട്. കുറച്ച് അപ്പുറത്തായിട്ട് ആ വലിയ ബിൽഡിംഗ് ഉണ്ട്, നിങ്ങൾ അങ്ങോട്ടേക്ക് പോവാ, നമുക്ക് അവിടെ വെച്ച് കാണാന്ന് പറയാണ്. അപ്പൊ തന്നെ ഇവര് നേരെ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. കൂടെ തന്നെ
ലിസിയും താരയും ആ ഒരു പുഴയുടെ അരികിലൂടെ അങ്ങനെ നടക്കുന്നുണ്ട്. ഫുള്ളായിട്ട് ചെളിയും ചെതുപ്പൊക്കെയാണ് അവിടെ. ഇപ്പോ താരൊരു കാര്യം ലിസിയോട് പറയാണ്, അല്ല നീ ഇപ്പൊ തന്നെ പോവാണ്, നമുക്ക് ഹോളിയെ കണ്ടുപിടിക്കണ്ടേ? അവളെ കണ്ടുപിടിച്ചതിന് ശേഷം പോയാൽ പോരെന്ന് ചോദിക്കുമ്പോൾ ലിസ പറയണ്, ആ അവളെ കണ്ടുപിടിക്കാന് നീ വേണമെങ്കിൽ പോയി കണ്ടുപിടിച്ചോ, എനിക്ക് വലുത് എന്റെ ജീവനാന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോവാണ്. എന്നാൽ വീണ്ടും താര ഇതിനെ കുറിച്ച് തന്നെ പറഞ്ഞപ്പോ ലിസ അവളെ പിടിച്ചൊരു തള്ളു കൊടുക്കാണ് കേട്ടോ. താര നേരെ പോയിട്ട് വീഴുന്നത് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ചളിയിലേക്കാണ്. എന്നാൽ അവിടെ വീണ പാട് തന്നെ മറ്റൊരു ഹാലൂസിനേഷൻ കൂടെ താര കാണുകയാണ്. വെള്ളത്തിൽ നാട്ടി വെച്ചിരിക്കുന്ന ഒരു വലിയ തടി, അതിൽ കുരുങ്ങി നിൽക്കുന്ന ഒരു ബാഗ്, അതുപോലെ തന്നെ ഒരു മരത്തിന്റെ മുകളിലേക്ക് അള്ളി പിടിച്ച് കയറിക്കൊണ്ടിരിക്കുന്ന ഹോളിയുടെ പിന്നാലെ തന്നെ കാട്ടുവാസികളായിട്ടുള്ള ആ രണ്ടാൾക്കാരും. അവരിപ്പോ ഹോളിയോട് പറയുന്നുണ്ട്, നീ അങ്ങോട്ടേക്ക് പോകരുത്, നിനക്ക് സേഫ് ഞങ്ങളുടെ അടുത്താണ്, ഞങ്ങൾ എന്തായാലും നിന്നെ ഒന്നും ചെയ്യില്ല എന്ന് പറയാണ്. എന്നാൽ അതൊന്നും കേൾക്കാതെ ഭയന്നു പോയ ഹോളി ആ മരത്തിന്റെ അപ്പുറത്തേക്ക് എടുത്തു ചാടി അതിന്റെ അടിയിലായിട്ട് ഒരു വേരിന്റെ ഒരു ഗുഹ പോലൊരു സ്ഥലം ഉണ്ടായിരുന്നു. അവൾ അതിന്റെ ഉള്ളിൽ കയറി ഒളിക്കുകയാണ്. എന്നാൽ അതിന്റെ ഉള്ളിലേക്ക് കയറിയ സമയത്ത് ഈ കാട്ടുവാസികളെക്കാൾ കണ്ടാൽ പേടിയാവുന്ന ഒരു മനുഷ്യൻ അതിന്റെ ഉള്ളിലുണ്ടായിരുന്നു. അയാളുടെ കയ്യിൽ ഒരു ആയുധം ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഹോളിയെ കണ്ട് ശരിക്കും അയാളാണ് ഭയന്ന് വിറച്ചിരിക്കുന്നത്. ഇപ്പൊ ഹോളി അയാളെ നോക്കിയാക്കാൻ വേണ്ടി അവളുടെ കയ്യിലുണ്ടായിരുന്ന ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ പതിയെ ഇതാ കഴിച്ചോന്ന് പറഞ്ഞിട്ട് അവന് കൊടുത്തപ്പോ പതിയെ അവനിപ്പോ ഹോളിയുടെ അടുത്തേക്ക് വരികയാണ്. എന്നാൽ പെട്ടെന്ന് അവന്റെ മുഖം മാറുന്നുണ്ട്. പല്ലെല്ലാം വളരെ ഷാർപ്പായിട്ട് ഒരു നരഭോജിയെ പോലത്തെ ഒരു മനുഷ്യൻ അത് വേഗം ഇപ്പോ ഹോളിയെ അറ്റാക്ക് ചെയ്യാണ്. ഈ കാര്യം താര കാണുന്നുണ്ട്. അതായത് നരഭോജിയെ പോലെ തോന്നിയ ആ മനുഷ്യൻ എന്ന് പറയുന്നില്ലേ, അത് പണ്ട് ആ ഒരു ചർച്ചിൽ നിന്ന് രക്ഷപ്പെട്ട ട്വിൻ ബ്രദറിൽ ഒരാളായിരുന്നു. എന്തായാലും ഈ ഒരു കാര്യം അവളുടെ കൺമുന്നിൽ സംഭവിച്ചതുപോലെ താര കണ്ടപ്പോ അവൾ ഒരു കാര്യം ഉറപ്പിച്ചു, ഹോളി മരണപ്പെട്ടു കഴിഞ്ഞു, ഇനി അവളെ നോക്കിയിട്ട് കാര്യമില്ല. ഈ കാര്യം താര ഇപ്പൊ ലിസയോട് പറയണം. അപ്പൊ ലിസ ചോദിക്കുകയാണ്, അതെങ്ങനെയാ നിനക്ക് മനസ്സിലായത്, അതെങ്ങനെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും? ഇപ്പൊ താര പറയണത്, നീ ആ ഭാഗത്ത് നോക്ക്, അവിടെ ഒരു കോടാലി ഉണ്ടാവും. ലിസ പോയി നോക്കുമ്പോൾ അവിടെ ഒരു കോടാലി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് അപ്പുറത്ത് വെള്ളത്തിനടിയിലേക്ക് ഒന്ന് നോക്കി നോക്ക്, അവിടെ ഹോളിയുടെ ഡെഡ് ബോഡി ഉണ്ട് എന്ന് പറയാം. ലിസ പോയി നോക്കുമ്പോൾ അവിടെ ഹോളിയുടെ ഡെഡ് ബോഡി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടപാടേനെ ലിസയ്ക്ക് ഉറക്കാനും ഒന്ന് കരയാൻ പോലും കഴിയുന്നില്ല. ഒന്ന് ഓടാൻ നോക്കുമ്പോൾ കാലെല്ലാം എന്താ പറയാ, ഈ കുഴഞ്ഞിട്ട് നമുക്ക് നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാവില്ലേ, ആ അവസ്ഥയിലേക്ക് ലിസ പോവാണ്. എങ്ങനെയൊക്കെയോ വേച്ച് ആ ഒരു ചെളിയിലൂടെ അവൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ താര് പറയണ, ലിസ പോവല്ലേ, എന്നെ ഒറ്റയ്ക്കാകില്ലേ, എന്നെ കൂടെ കൂട്ടെന്ന് പറയണം. എന്നാൽ ആ നേരത്തെ ലിസ ഭയം കൊണ്ടാണോ അല്ലെങ്കിൽ സെൽഫിഷ് ആയതുകൊണ്ടാണോ ഇപ്പൊ താരയോടൊരു കാര്യം പറയണ, നിന്റെ കാര്യം നീ നോക്കിക്കോടി, എനിക്ക് വലുത് എന്റെ ജീവൻ തന്നെയാന്ന് പറഞ്ഞിട്ട് അവള് മുന്നോട്ടേക്ക് ഓടുകയാണ്. ഇതേ നേരം അവിടെ വീണ് കിടക്കുന്ന താരയ്ക്ക് മറ്റൊരു ഹാലൂസിനേഷൻ കൂടെ വരികയാണ്. അതായത് ആ ചതുപ്പിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന ലിസ പെട്ടെന്ന് അവളുടെ മുന്നിലേക്ക് മുഖം മൂട്ടിയിട്ട് ആ ആള് വന്നിട്ട് ആ വെള്ളത്തിനടിയിലേക്ക് അവൾ വലിച്ചു കൊണ്ടുപോകുന്നത് പോലെ. പെട്ടെന്ന് ഇത് കണ്ടപാട് തന്നെ താര കണ്ണ് തുറക്കുകയാണ്. അവൾ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ചെറിയ കോടാലി ഉണ്ടല്ലോ, അതെടുത്തുകൊണ്ട് ലിസയെ എവിടെ വെച്ചാണോ കാണാതാവുന്നത്, അവൾ ഹാലൂസിനേഷൻ കണ്ട ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുകയാണ്. ചെന്ന് നോക്കുമ്പോൾ പാവം ലിസ അവളെയും ആ വേട്ടക്കാരൻ കൊന്നിരിക്കുകയാണ്. അപ്പൊ തന്നെ താരയ്ക്ക് മനസ്സിലായി, ഇനി അയാളുടെ അടുത്ത ഇര അത് ഞാനാണ്. ഈ സമയത്ത് താര ഒരു ഇച്ചിരി ധൈര്യം മനസ്സിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ. ആ ഒരു കോടാലി കൈകൊണ്ട് ഇറക്കി പിടിക്കുന്നുണ്ട്. ഇനി എന്ത് വന്നാലും ഞാൻ നേരിടുന്നു പറഞ്ഞിട്ട്, ഇനി ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല. അതുകൊണ്ട് തന്നെ ജേക്സും ട്രോയും പറഞ്ഞതുപോലെ ആ ബിൽഡിങ്ങിന്റെ ഭാഗത്തേക്ക് പോകാന്ന് പറഞ്ഞിട്ട് അവള് നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എന്നാൽ ഇതേ നേരം തന്നെ ബിൽഡിങ്ങിന്റെ മറ്റൊരു ഭാഗത്തേക്ക് ജേക്സും ട്രോയും കയറിയിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ പുറത്തേക്ക് എങ്ങനെ ഇറങ്ങണമെന്ന് ഇവന്മാർക്ക് യാതൊരു ഐഡിയ ഇല്ല. ഇവർ അതിന്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയി. അതുപോലെ തന്നെ ബിൽഡിങ്ങിന്റെ ഉള്ളിലാണ് താര ഇപ്പോൾ ഉള്ളത്. അവളും അതിന്റെ ഉള്ളിലേക്ക് കയറി വന്ന സമയത്ത് അവൾക്ക് ഹാലൂസിനേഷൻ അങ്ങനെ വന്നു പോകുന്നുണ്ട്. അതായത് മുഖം മൂടിയിട്ട് ആ ഒരു രൂപം, അതുപോലെ തന്നെ പല ജാതി യക്ഷികളും പ്രേതങ്ങളും ഇതെല്ലാം അവളുടെ അരികിലൂടെ പോകുന്നുണ്ട്. അവളുടെ കാലിന്റെ ഇടയിലൂടെ വരെ വരുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ ഒരു ഹാലൂസിനേഷനാണ്, എന്റെ തോന്നലാണ് എന്ന് കരുതിയിട്ട് അവൾ ഒരു ധൈര്യം മനസ്സിന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു കോടാലി കയ്യിൽ ഇറുക്കി പിടിച്ചിട്ടുണ്ട്. എന്ത് വന്നാലും നേരിടാം എന്ന ആ ഒരു ഭാവത്തിൽ തന്നെ. ഇതേ നേരം താരയെ നോക്കിക്കൊണ്ട് ജേക്സും ട്രോയും കൂടെ ആ ബിൽഡിങ്ങിലൂടെ നടക്കുമ്പോൾ നിലത്ത് ഒരുപാട് കത്തികൾ ജേക്സ് കാണുന്നുണ്ട്. അപ്പൊ തന്നെ ട്രോയെ വിളിക്കുന്ന, ട്രോയ് എടാ ഇത് പണിയാണെന്നാ തോന്നുന്നത്, നമ്മളുടെ പിന്നാലെ ആരോ ഉണ്ട് നമ്മളെ വേട്ടയാടാനായിട്ട്. ഇത് കേട്ടപാടിനെ ട്രോയ് പേടിക്കുകയാണ്. അവൻ ഓടുകയാണ്. ഇതിനിടയിൽ വഴി പോലും അറിയാതെ ഏതോ ഒരു സ്ഥലത്ത് പെട്ടുപോകുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയ റൂമായിരുന്നു അത്. അങ്ങനെ ആ റൂമിലെ ഇരുട്ടത്തേക്ക് അവൻ ടോർച്ച് അടിച്ച് നോക്കിയ സമയത്ത് ഒരു വല്ലാത്ത സാധനത്തിനെ കാണുകയാണ്. ഒരു ചെയറിൽ ഇരിക്കുന്ന ഒരാൾ, അയാളുടെ തലയിൽ ചാക്ക് പോലുള്ള എന്തോ ഒരു മുഖം മൂടി ഇട്ടിട്ടുണ്ട്. അതായത് അന്ന് ആ ഒരു ബ്ലാക്ക് ബ്രദർ എന്ന് പറഞ്ഞ ആ ഒരു ഫാദർ ഉണ്ടല്ലോ, രണ്ട് ട്വിൻസിനെ ടോർച്ചർ ചെയ്യുന്ന സമയത്ത് ഒരാളുടെ തലയിൽ ഇതുപോലെ ഇട്ടുകൊടുത്തിട്ട് അവിടുത്തെ ചെയറിൽ ഇരുത്തിയായിരുന്നല്ലോ, അതുപോലൊരു സംഭവം. എന്തായാലും അത് കണ്ട് ഭയന്നിരിക്കുന്ന നമ്മുടെ ട്രോയുടെ കരച്ചിലാണ് പിന്നീട് കേൾക്കുന്നത്. എന്തായാലും കരച്ചിൽ കേട്ട ആ ഒരു ഭാഗത്തേക്ക് ജേക്സ് ഓടി വരുന്നുണ്ട്. ഓടി വന്ന് ആ റൂമിലേക്ക് പതിയെ അവൻ എത്തി നോക്കുന്ന സമയത്ത് പെട്ടെന്നൊരു കൈ അവന്റെ നേരെ വരികയാണ്. ജേക്സ് പിന്നെ ഒന്നും നോക്കിയില്ല, ഓടുകയാണ്. കോണിപ്പടിയിലൂടെ താഴേക്ക് ഇറങ്ങാനൊന്നും നേരമില്ല, അത്രക്കും ഭയന്നു പോയി. അതുകൊണ്ട് തന്നെ മുകളിൽ നിന്ന് താഴേക്ക് എടുത്ത് ചാടുകയാണ്. അങ്ങനെ ചാടി എന്ത് സംഭവിക്കും, കാലിനൊക്കെ പരിക്ക് പറ്റില്ലേ, നന്നായിട്ട് പരിക്ക് പറ്റി മര്യാദക്ക് എഴുന്നേറ്റ് പോകുന്നും കഴിയുന്നില്ല. അപ്പൊ അവന്റെ കരച്ചിൽ കേട്ടിട്ടാണ്
അപ്പോഴാണ് അങ്ങോട്ടേക്ക് നേരെ താര വരുന്നത്. പക്ഷേ മുകളിൽ നിന്ന് താഴേക്ക് ചാടിയത് കൊണ്ട് തന്നെ ജെയ്ക്സിന് ഒന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയുന്നില്ല. പിന്നീട് എങ്ങനെയൊക്കെയോ താര അവനെ പിടിച്ച് ഹെൽപ്പ് ചെയ്ത് വാ നമുക്കിനി ഇവിടുന്ന് പോകാം, വേറൊരു വഴിയില്ല, ബാക്കിയുള്ള എല്ലാവരും മരിച്ചു കഴിഞ്ഞു എന്ന് താര പറയാണ്. എന്തായാലും അവനെയും കൂട്ടിക്കൊണ്ട് ആ കാടിന്റെ പുറത്തേക്ക് കടക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ആ നേരത്ത് എന്താ പറയാ, ഇവരൊരിക്കലും അവര് വിടാൻ പോകുന്നില്ല. രണ്ട് ഭാഗത്തുനിന്നും രണ്ടു തരം പ്രേതങ്ങൾ. ഒന്നാ ഒരു ബ്ലാക്ക് ബ്രദർ എന്ന് പറഞ്ഞ ആ ഒരു ഫാദറിന്റെ ആ ഒരു ഗോസ്റ്റ്, അതുപോലെ തന്നെ അയാൾ കൊന്നു കളഞ്ഞ ആ ഒരു ട്വിൻസിന്റെ മറ്റൊരു ഭാഗത്ത്. രണ്ട് ഭാഗത്തു നിന്നും ഇവരെ കവർ ചെയ്യാണ്. ഒരു ഘട്ടത്തിൽ താരയ്ക്ക് മനസ്സിലായി ഇവിടുന്ന് രക്ഷപ്പെട്ടു പോണെങ്കിൽ ഇവരെ കീഴ്പ്പെടുത്തിയേ മതിയാവുള്ളൂ. ഇപ്പൊ ജെയ്ക്സിനോട് പറയണ്, നീ തൽക്കാലം ഈ മരത്തിന്റെ അരികിൽ നിൽക്ക്, എന്നെ കൊണ്ട് എന്താണോ ചെയ്യാൻ പറ്റുന്നത് ഞാൻ അതുപോലെ ചെയ്തു നോക്കാം, അല്ലാതെ ഇവറ്റകളിൽ നിന്നും പേടിച്ചോടി രക്ഷപ്പെടാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. എന്തായാലും രണ്ടും കൽപ്പിച്ച് താര ആ കോടാലി കൈകൾ കൊണ്ട് ഇറുക്കി പിടിച്ച് ഇനിയിപ്പോ ആര് വന്നാലും ശരി നേരിടുക തന്നെ ചെയ്യും. ആ ആറ്റിറ്റ്യൂഡിൽ അവൾ അവിടെ നിൽക്കുന്നുണ്ട്. കോടാലിയുമായിട്ട് ചുറ്റും അവൾ നോക്കി നടക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് മരത്തിന്റെ മുകളിൽ നിന്നും പതിയെ പതിയെ ഒരു കൈ താഴേക്ക് വരുന്നുണ്ട്. അതായത് നമ്മുടെ ജെയ്ക്സിനെ ഒരു മരത്തിന്റെ ചോട്ടിൽ ഇരുത്തി എന്ന് പറഞ്ഞില്ലേ, അവന്റെ തലയിലേക്കാണ് ഈ കൈ അങ്ങനെ വരുന്നത് കേട്ടോ. കണ്ടാൽ പേടിയാവുന്ന ഒരു വല്ലാത്തൊരു മുഖവും. ഇത് താഴേക്ക് വന്ന് ജെയ്ക്സിന്റെ കഴുത്തിൽ ഒരൊറ്റ മാന്താണ്. ആ മാന്തലിൽ തന്നെ ഒരു വലിയ മുറിയായി അതിൽ നിന്ന് ഒരുപാട് രക്തം വരുന്നുണ്ട്. ഇത് സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് താര അത് കാണുന്നത് കേട്ടോ. താര അങ്ങോട്ടേക്ക് വന്നിട്ട് ആ മുറിവെല്ലാം പൊത്തിപ്പിടിച്ച് രക്തം ഒരുപാട് പോവാതിരിക്കാൻ വേണ്ടി അവളെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും രക്തം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവസാനമായിട്ട് ജെയ്ക്സ് താരയോട് ഒരു കാര്യം പറയുന്നുണ്ട്. താര, സത്യം പറഞ്ഞാൽ എനിക്ക് നിന്നോട് ഭയങ്കര ഇഷ്ടമായിരുന്നു, അതൊന്ന് തുറന്ന് പറയാനായിട്ട് തന്നെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു, പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. പിന്നീട് താരയുടെ മടിയിൽ കിടന്നുകൊണ്ട് തന്നെ ജെയ്ക്സ് മരണപ്പെട്ടു പോകണം കേട്ടോ. അവിടെ വെച്ച് ദയനീയമായിട്ട് തന്നെ വല്ലാത്തൊരു രീതിയിൽ അവൾ കരയുന്നുണ്ട്. അതായത് എന്തിനു വേണ്ടി ഈ കാട്ടിലേക്ക് വന്നു, വെറും ആ ലഹരി അത് ആസ്വദിക്കാൻ വേണ്ടി മാത്രം. എന്നിട്ടോ സംഭവിച്ചത് എന്താണ്, കൂടെ ഉണ്ടായിരുന്ന 5 പേര് മരിച്ചിരിക്കുകയാണ്. മാത്രമല്ല ഇപ്പൊ അവളുടെ ഉള്ളിലുണ്ടായിരുന്ന ആ ധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ പോയിട്ടുണ്ട്. അവൾക്ക് നേരിടാൻ പറ്റുന്ന ഒന്നല്ല അവളുടെ ചുറ്റും ഉള്ളത്, അത് അവൾക്ക് നന്നായിട്ട് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടുകയാണ്. അവളുടെ കയ്യിൽ ഇപ്പോ ആ ഒരു കോടാലിയില്ല, അത് പിടിക്കാനുള്ള ധൈര്യമൊന്നും ഇപ്പൊ അവൾക്കില്ല. എന്തായാലും ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവൾ തല കറങ്ങി താഴേക്ക് വീഴുകയാണ്. അതായത് ഇനി മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു എനർജി, ഒരു തരി പോലും അവളുടെ ഉള്ളിലില്ല. എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞിട്ട് കണ്ണ് തുറക്കുന്ന സമയത്ത് അവളുടെ മുകളിലായിട്ട് ഒരു ഹെലികോപ്റ്റർ കിടന്ന് കറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് റെസ്ക്യൂ ടീം അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അവളെ വേഗം തന്നെ ഒരു ആംബുലൻസിലേക്ക് മാറ്റുകയാണ്. ഈ കാട്ടിൽ എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്നറിഞ്ഞ്, ഇതുപോലെ മർഡേഴ്സ് നടന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടം ആൾക്കാരും പോലീസുകാരും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. മാത്രമല്ല അവരിപ്പോ അറസ്റ്റ് ചെയ്യുന്നത് കാട്ടിലുണ്ടായിരുന്ന ആ 2 കാട്ടുവാസികളുണ്ടല്ലോ, അവർ രണ്ടുപേരെയാണ്. അവരാണ് ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്തേ എന്നാണ് പോലീസുകാരും നാട്ടുകാരും വിശ്വസിക്കുന്നത്. സോ അതുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യണം. ആ പോകുന്ന നേരത്ത് അവന്മാര് വിളിച്ച് പറയുന്നുണ്ട്, മേഡം മേഡം നിങ്ങളൊന്ന് പറ, നിങ്ങൾ കണ്ടതല്ലേ എല്ലാം, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലാന്ന് ഒന്ന് പറ മേഡം എന്ന് താരയോട് പറയുന്ന സമയത്ത് താര ഇങ്ങനെ പെറുപിറുക്കുന്നുണ്ട്. അവരല്ല ചെയ്തത്, അവര് നിരപരാധികളാണ്, ഞാൻ കണ്ടതാണ്. എന്നാൽ താര പറയുന്നതൊന്നും ആരും കേൾക്കുന്നില്ല. അവൾ എന്തായാലും ഒരു ബെഡിൽ കൊണ്ടേ കിടത്തുകയാണ്. ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പതിയെ പതിയെ അവളൊരു മയക്കത്തിലേക്ക് പോവാണ്. ഇവിടെ വെച്ച് വീണ്ടും താരയ്ക്ക് മറ്റൊരു ഹാലൂസിനേഷൻ ഉണ്ടാവുകയാണ്. ഇവിടെ വെച്ചാണ് നമ്മളെയൊക്കെ ഞെട്ടിച്ച് ആ ട്വിസ്റ്റ് കാണിക്കുന്നത് കേട്ടോ. അതായത് ഇപ്പൊ താര കണ്ട ഈ ഹാലൂസിനേഷൻ അതെന്തായിരുന്നെന്നറിയോ, അതായിരുന്നു സത്യം, അതായിരുന്നു റിയാലിറ്റി. അതായത് ഇവിടെ മരിച്ചിരിക്കുന്ന ആ 5 പേര്, ജെയ്ക്സ്, ട്രോയ്, പ്ലൂട്ടോ, ലിസ, ഹോളി, ഈ 5 പേരെയും കൊന്നത് മറ്റാരുമല്ല, അത് താര തന്നെയാണ്. എന്തിനവൾ ഇവരൊക്കെ കൊല്ലണം? അതിനെന്തെങ്കിലും ഒരു കാരണമുണ്ടോ? ഒരു കാരണവുമില്ല. ഈ താരയ്ക്ക് പോലും അറിയില്ല അവളാണ് ഇവരെല്ലാവരെയും കൊന്നതെന്ന്. ആക്ച്വലി സംഭവിച്ചത് എന്താണ്, ഡെത്ത് ഹെഡ് എന്ന ഒരു മഷ്റൂം, അത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും എക്സ്ട്രീംലി ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ലഹരി നമ്മുടെ തലയിൽ തരുന്ന ഒരു സാധനമാണ്. അതിനെക്കുറിച്ച് ജെയ്ക്സ് നേരത്തെ പറഞ്ഞായിരുന്നു, സാധനം ഒരു ന്യൂക്ലിയർ ബോംബാണെന്ന്. എന്നാൽ യാദൃശികമായിട്ട് അറിയാതെയാണെങ്കിലും ഈ ഡെത്ത് ഹെഡ് നമ്മുടെ താര കഴിച്ചുപോയി. അതിന്റെ ആ ഒരു ലഹരി അവളുടെ തലയ്ക്ക് പിടിച്ചുപോയി. ഹാലൂസിനേഷന്റെയും അതുപോലെ തന്നെ ഭയത്തിന്റെയും ഇമാജിനേഷന്റെ ഒക്കെ ഏറ്റവും മൂർധന്യാവസ്ഥയിലേക്ക് അത് അവളെ കൊണ്ടുപോയി. അന്ന് രാത്രി ആ ഒരു ടെന്റിൽ കിടക്കുന്ന സമയത്ത്, ആ ഒരു ക്യാമ്പ് ഫയറിൽ അവൾ പങ്കെടുക്കാത്ത നേരത്ത് ബാക്കിയുള്ള എല്ലാവരും ഓരോ കഥകൾ അങ്ങോട്ടും ഇങ്ങോട്ട് പറയുന്നുണ്ടായിരുന്നില്ലേ. അതായത് ജെയ്ക്സ് ആ ബ്ലാക്ക് ബ്രദറിന്റെയും അയാൾ പീഡിപ്പിച്ച ആ ഒരു കുട്ടികളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നല്ലോ. സോ ഇതെല്ലാം അതുപോലെ നമ്മുടെ താര കേൾക്കുന്നുണ്ടായിരുന്നു. അവള് വിചാരിച്ചു ആ കഥാപാത്രങ്ങളൊക്കെ ഞാനാണ്, ഇനി ഞാൻ തന്നെയാണ് ആ ഒരു കഥാപാത്രങ്ങളെന്ന് അവളങ്ങ് വിശ്വസിച്ച് അതിൽ ഓരോ കഥാപാത്രങ്ങളായിട്ട് അവൾ മാറുകയാണ്. ആദ്യത്തെ കൊല അവൾ നടത്തുന്നത് മറ്റാരുമല്ല, പ്ലൂട്ടോയെ തന്നെയാണ്. അന്ന് രാത്രി പ്ലൂട്ടോയെ അവൾ ടെന്റിലേക്ക് കൊണ്ടുവന്നാക്കി എന്നൊക്കെ പറയുന്നില്ലേ, അങ്ങനെയൊന്നല്ല നടന്നത്. പ്ലൂട്ടോ കാട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ടപ്പോൾ അങ്ങോട്ടേക്ക് പോയിട്ട് അവനെ കൊന്നു കളഞ്ഞത് താര തന്നെയാ. പ്ലൂട്ടോയെ മാത്രമല്ല, അതിനുശേഷം ഹോളിയെ കൊന്നത്, അതിനുശേഷം ലിസയെ കൊന്നത്, പിന്നീട് ട്രോയിയെ കൊന്നത്, എല്ലാം താര തന്നെ. വ്യത്യസ്ത കഥാപാത്രങ്ങളായിട്ട് അവള് തന്നെ മാറുകയായിരുന്നു. ഇവരെല്ലാം കാട്ടിൽ വെച്ച് കേട്ടുകൊണ്ടിരുന്ന ആ സ്ത്രീ ശബ്ദം അതും താരയുടെ തന്നെ. അവസാനം ജെയ്ക്സ് അവൻ
അവൻ ആ ഒരു മരത്തിന്റെ ചോട്ടിലിരിക്കുന്ന സമയത്ത് അവന്റെ കഴുത്തിലൊരു മുറിവായില്ലേ, ആ മുറിവുണ്ടായതും താര വെട്ടിയിട്ട് തന്നെയാണ്. അതായത് മരിക്കുന്നവരൊക്കെ അറിഞ്ഞായിരുന്നു അവരെല്ലാവരെയും വേട്ടയാടുന്നതും കൊല്ലുന്നതും അത് താരയാണെന്ന്. എന്നാൽ ജീവനോടെ ഒരാൾക്കും രക്ഷപ്പെട്ടു പോയിട്ട് ഇതൊക്കെ അവളാണ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റിയില്ല. സോ ആ റിയാലിറ്റി ഇപ്പൊ താര മനസ്സിലാക്കുകയാണ്. അതുപോലെ തന്നെ അവൾ ഇപ്പോൾ ഉള്ളത് ആ ഒരു ആംബുലൻസിന്റെ ഉള്ളിലാണല്ലോ. പെട്ടെന്ന് ആ ആംബുലൻസിന്റെ ഗ്ലാസ്സിലൊക്കെ ചോര തെറിക്കുകയാണ്. നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഡോക്ടർ അയാൾ മരണപ്പെട്ടു കഴിഞ്ഞു. മാത്രമല്ല ഒരു ചെറിയ കത്രികയുമായിട്ട് താര എഴുന്നേറ്റ് നിൽക്കുകയാണ്. അവളുടെ കയ്യിലും മുഖത്തിലും എല്ലാം രക്തമാണ്. പിന്നീട് ആ ഒരു ആംബുലൻസിൽ നിന്നും അവൾ പുറത്തേക്ക് ചാടി ഇറങ്ങി കാട്ടിലേക്ക് ഒരൊറ്റ ഓട്ടം വെച്ചു കൊടുക്കുകയാണ്. ഇതാണ് സിനിമയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ടത്. അതായത് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത, പ്രതീക്ഷിക്കാത്ത ഒരു വല്ലാത്ത ക്ലൈമാക്സ് തന്നെയായിരുന്നല്ലേ ഈ ഒരു സിനിമയ്ക്ക്. ജേക്സ് അപ്പൊ തന്നെ പറഞ്ഞായിരുന്നു ഡെത്ത് ഹെഡ് ഇതൊരു ന്യൂക്ലിയർ ബോംബാണെന്ന്. നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ ഇതെന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല എന്ന്. എന്തായാലും ലഹരി തേടി പോകുന്നവർക്ക് അവസാനം സംഭവിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയായിരിക്കും കേട്ടോ. അതുകൊണ്ട് എപ്പോഴും ഈ ലഹരിയിൽ നിന്നും പരമാവധി നിങ്ങൾ വിട്ടു നിൽക്കാൻ ശ്രമിക്കുക. ഇനി മറ്റൊരു കഥയുമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.